വിഘ്നേശ്വരസോദരം ഗുരുഗുഹപ്രിയദം ഗൗരീശങ്കര നന്ദനം ശ്രീഹരിരൂപം ശ്രീദേവസ്ഥാനേശം വന്ദേ ശ്രീവിഷ്ണുമായ സ്വാമിനേ. നമ്മൾ ഇത്തരം കൂട്ടായ്മകളുടെ നിങ്ങൾ വലിയൊരു ഭാഗ്യമാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സുഹൃതമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എപ്പോഴും നമ്മുടെ ഋഷീശ്വരന്മാർ പറയും നമോസ്തുതേ വിശാല ബുദ്ധേ. ഒരു 10,000 years മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ ഒരു വലിയ വിഷ്ടം, ലോകത്തിൽ ആർക്കും ഇല്ലാത്തൊരു വിഷ്ടം, ഒരു സയന്റിഫിക് വിഷ്ടം നമുക്ക് മാത്രമേ കിട്ടിയുള്ളൂ, ഇന്ത്യക്കാർക്ക് മാത്രം. ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭാരതീയർക്ക്. ആ ഒരു വിഷ്ടം നമ്മൾ കളഞ്ഞു കുളിച്ചു, നമ്മുടെ കാരണവന്മാർ കളഞ്ഞു കുളിച്ചു. അവർ കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്താ വെച്ചാൽ ഒരു നോളജിനെ, സയന്റിഫിക്കായ നോളജിനെ പഠിക്കാൻ ശ്രമിക്കാതെ വെറും ആചാരങ്ങളിലേക്ക് താഴ്ന്നുപോയി. റിച്വലിസ്റ്റിക് ആയവർ. ഈ റിച്വലിസ്റ്റിക് ആയതോടുകൂടി ഹിന്ദുമതം വളരെ ഡീഗ്രഡേഷൻ സംഭവിച്ചു, ഭാരതീയ സംസ്കാരം. അങ്ങനെ ഡീഗ്രഡേഷൻ സംഭവിച്ചതുകൊണ്ടാണ് മറ്റ് സംസ്കാരങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിച്ചത്. നമ്മള് 2 തരം സ്വാധീനങ്ങൾ നമുക്കുണ്ടായി. അതിൽ ഏറ്റവും വലിയ സ്വാധീനമാണ് ക്രിസ്ത്യൻ സ്വാധീനം. ക്രിസ്ത്യൻ മിഷണറിമാര് വന്ന് നമ്മളെ കൺവേർട്ട് ചെയ്തു, ഒരുപാട് ആളുകളെ കൺവേർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ക്രിസ്ത്യൻസ് എന്നൊപ്പം നിങ്ങൾ കാണും, കേരളീയരായിട്ടുള്ള ക്രിസ്ത്യൻസിന് ഒരുപാട് പള്ളികളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അവരൊന്നും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസ് അല്ല, അവരൊക്കെ കൺവേർട്ടഡ് ക്രിസ്ത്യാനികളാണ്. അവരൊക്കെ ഒരു കാലത്ത് ഭാരതീയരായിരുന്നു. ആണോ? എന്തുകൊണ്ട് അവരെ കൺവേർട്ട് ചെയ്തു? കാരണം കുറെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അവരുടെ അച്ഛനമ്മമാർക്ക് സാധിച്ചില്ല. പിന്നെ നിങ്ങൾ ഇവിടെ കുറെ ഭജനകൾ പാടി, കുറെ രൂപങ്ങൾ നിങ്ങൾ കാണിച്ചു. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ ചോദിക്കുകയാണ്, എന്തിനാണ് നമുക്ക് ഇത്രയധികം ദൈവങ്ങൾ എന്ന് ചോദിച്ചാൽ, എന്തിനാണ് നമ്മുടെ ദൈവങ്ങൾ ഒരു ആനയുടെ തലയും അതുപോലെ പാമ്പൊക്കെ കഴുത്തിലിട്ട ദൈവം, ആയുധങ്ങൾ പിടിച്ചിട്ടുള്ള ദൈവം? ഫൂളിഷ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവില്ല. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴല്ലോ, ഇന്ന് നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ അതിന്റെ സിഗ്നിഫിക്കൻസിനെ അത് സയന്റിഫിക് ആയിട്ട് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 2 മതങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്തത് ദൈവത്തിന്റെ പേരിലാണ്. ഇസ്ലാം മതം പറഞ്ഞു വിഗ്രഹാരാധന ഈശ്വര നിന്ദയാണ്. നമ്മുടെ വിഗ്രഹങ്ങളെയൊക്കെ കുറെ തല്ലി ഉടച്ചു. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലും മുഹമ്മദ് ഗോരിയുടെ കാലത്തിലും അതുപോലെ തന്നെ താജ്ഹാന്റെ കാലത്തിലും ഒരുപാട് വിഗ്രഹങ്ങൾ തല്ലി തകർത്തു. ഒരു പറഞ്ഞു ഇത് വിഗ്രഹം കല്ലല്ല ദൈവം, നിങ്ങൾ കല്ലിനെ ആരാധിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവത്തെ? ഹാവ് യു സീൻ ഗോഡ് എന്നൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്യണം. ഇതുപോലെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, അവരും പ്രചരിപ്പിക്കാൻ തുടങ്ങി, God is not to be worshipped somewhere. You have to understand God. ആരാണ് ഗോഡ്? ഗോഡ് എന്ന് പറയുന്നത് ദൈവം സ്വർഗത്തിലിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ you have to work here. You have to do good things. അപ്പൊ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് സേവനം ചെയ്യൂ. അവര് സേവനത്തിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ 2 മതങ്ങളും സമൂഹത്തിൽ വരുത്തിയോടുകൂടി ഹിന്ദു മതത്തിന് ഡീഗ്രഡേഷൻ സംഭവിച്ചു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ബ്രിട്ടീഷുകാര് ഭാരതം ആക്രമിക്കുമ്പോൾ വെറും 300 പേരെ വന്നിട്ടുള്ളൂ. ആദ്യം 20 പേരെ വന്നിട്ടുള്ളൂ. അവസാനം 30,000 ആളുകളെ അവരുണ്ടായിരുന്നു. ഓൾ ബ്രിട്ടീഷ് പീപ്പിൾ എന്ന് ഇന്ത്യയിൽ ഉണ്ടായത് വെറും 30,000. നമ്മുടെ ഇന്ത്യയിൽ അന്നത്തെ ഹിന്ദു പോപ്പുലേഷൻ 30 കോടിയായിരുന്നു. 30 crore ആളുകളെ 30,000 ആളുകൾക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റി ഇല്ലായ്മ കാണിക്കുകയാണ്. 30 കോടി ജനങ്ങൾക്ക് അവരെ പറഞ്ഞയക്കാൻ എത്ര സമയം വേണം? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആണോ അല്ലയോ? ഇങ്ങനെ നമ്മൾ ഒരു അധപ്പതനത്തിലേക്ക് പോയി. അതെന്തുകൊണ്ട് അധപ്പതനം എന്ന് പറഞ്ഞാൽ റിലീജിയൻ എന്നത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പോ നമ്മുടെ റിലീജിയനെ സയന്റിഫിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുട്ടികളായിരിക്കും. നിങ്ങളൊക്കെ വരുന്നത്, ഈ രാജ്യത്തിലേക്ക് വന്നത് ഒരു ജോബ് അന്വേഷിച്ചോ നിങ്ങളുടെ സർവൈവലിനോ കുറച്ചുകൂടി ബെറ്റർ ലൈഫിനോ ആയിരിക്കും. ഒരുപക്ഷെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല നിങ്ങൾ വന്നത്, കുറേ കൂടി ബെറ്റർ ലൈഫ്. ആണോ അല്ലേ? ശരിയാണോ? ആദ്യം നമ്മൾ നമ്മുടെ ബെറ്റർ ലൈഫിലേക്ക് നോക്കും. പിന്നീട് നിങ്ങൾ കല്യാണം കഴിക്കണോ, കുട്ടികൾ ഉണ്ടാകും. പിന്നീട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരിക്കും. ആണോ അല്ലയോ?
പക്ഷെ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഈ രാജ്യത്തിന്റെ ഒരു കൾച്ചർ, ഈ രാജ്യത്തിന്റെ ഒരു സംസ്കാരം അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അവരുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും അവർ ക്രമേണ അകന്നു പോകും. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരു ജനറേഷൻ ഇവിടെ വന്ന ആളുകൾ, എനിക്കറിയാം എത്രയോ പേര് ദുഃഖിക്കുന്നത്. അവർ ദുഃഖിക്കുന്നത് വെച്ചാൽ അവർക്ക് പണമുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്, പക്ഷെ മക്കൾ അവരിൽ നിന്നും വളരെയധികം അകന്നുപോയി. ആ സംസ്കാരം തന്നെ ഒട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസ്കാരത്തിലേക്ക് അവർ തെറ്റിപ്പോയി. ഇന്നിപ്പോ അവർക്ക് നാട്ടിലേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല. കാരണം നാട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല. കാര്യം മക്കളൊക്കെ ഇവിടെ ആരൊക്കെയോ കല്യാണം കഴിച്ചു, ഇവിടുത്തെ ഓസികളെ കല്യാണം കഴിച്ച് അവരിങ്ങനെ ഓസിയായിട്ട് ജീവിക്കുന്നു. അച്ഛനെയും അമ്മയും ഒക്കെ അവർ വർഷത്തിൽ ഒരിക്കൽ കാണും, നല്ല പൂക്കളും കൊടുക്കും. ദാറ്റ്സ് ആൾ. അവരുടെ റിലേഷൻഷിപ്പ് അത്രയേ ഉള്ളൂ. കാരണം ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഈ രാജ്യം നല്ലതാണെങ്കിലും കുട്ടിക്കാലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് വെച്ചാൽ അവരെ വളരെ ഒരു സെൽഫ് ഓറിയന്റഡ് ആയിട്ടാണ്. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, നിങ്ങൾ ആരുടെയും ആശ്രിതരായിട്ട് ജീവിക്കരുത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ജീവിക്കാനുള്ളൊരു അച്ഛനും അമ്മയും നിങ്ങൾക്കൊരു ബയോളജിക്കൽ അച്ഛനും അമ്മയും ആവുന്നുള്ളൂ. അതിലപ്പുറം ഒന്നും ഒരു റിലേഷൻഷിപ്പ് ആരോടും നമ്മൾ കാണിക്കേണ്ടതില്ല. നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ നന്നാക്കാനും നിങ്ങൾക്കേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സെൽഫ് ഓറിയന്റഡ് ജീവിതം അവർ നയിക്കുമ്പോൾ അവർക്ക് ഒരു കണക്ടിവിറ്റി, ഒരു കോപ്പറേറ്റീവ് ജീവിതം, അവർക്ക് നമ്മളെപ്പോലുള്ള ഒരു കൂട്ടുകുടുംബ സംസ്കാരം അവർക്ക് ക്രമേണ ഇല്ലാതാവുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതുപോലെ എന്തും ചോദിക്കാനുള്ള അധികാരം. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ അവരെ പോലീസ് നമ്പറാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ. 917 ആണ് അമേരിക്കയിൽ. ഇവിടെ ഏതാ എനിക്കറിയില്ല. ഏതാണ്? 000. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കതറിയാം. കാരണം നിങ്ങളൊക്കെ അത് പേടിച്ചിട്ടാണ് മിക്കവാറും ഒരു പണിയും ചെയ്യാത്തത്. ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവരെ അങ്ങനെ പേടിപ്പിച്ച് നിങ്ങൾ അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ അച്ഛനും അമ്മയും ശത്രുക്കളെ പോലെ അവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വമില്ലായ്മ, ഒരു മനുഷ്യനും തമ്മിൽ ബന്ധമില്ല. ഇവിടെ എത്തു നോക്കി നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജീവിതം, കുടുംബ വ്യവസ്ഥ ഇല്ലാതെ പോയി. ആണുങ്ങളെ കല്യാണം കഴിക്കുന്ന തരത്തിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പോപ്പ് ഇറങ്ങി പോകുന്നത് അബ്സല്യൂട്ട് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ഉത്തരവില്ലേ പല കാര്യത്തിലും. പിന്നെ ആണുങ്ങളെ കല്യാണം കഴിക്കും. ഇതിന് എന്താ ഉത്തരം പറയുന്നത് അവർക്ക് അറിയില്ല. കാരണം അബ്സല്യൂട്ട്ലി അത് ബൈബിളിനെതിരാണത്. പിന്നെ കല്യാണം കഴിക്കുന്ന ജീവിതം തന്നെ ഇപ്പോ ഇല്ലാതെ തീർന്നിരിക്കുക. എല്ലാവരും ഇപ്പോ ലീവ് ടുഗദർ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ അല്ലെ, ആ കൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ ഒരാളാണെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടുഗദർ ദെൻ ബെറ്റർ സെപ്പറേറ്റ്, വേറെ ആളുടെ കൂടെ പോവുക. ഇതൊന്നും ബൈബിളിൽ സമ്മതമല്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോഴല്ലോ ഉത്തരമില്ല അവർക്ക്, ഒരു ഫ്രസ്ട്രേഷൻ. ഇതിനൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. പിന്നെ എന്താ ബൈബിളിൽ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഈ തരത്തിൽ ഒരു അധപ്പതനം ലോകത്തിൽ സംഭവിക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഹ്യൂമൻ മൈൻഡിനെ ഉയർത്താനുള്ള ഭാരതീയ സംസ്കാരം. ഇനി നമ്മുടെ കാലാണ്, ഇനി ഭാരതത്തിന്റെ കാലാണ്. അവിടെയാണ് നിങ്ങൾ ഇത്തരം കൂട്ടായ്മകളെ ഒരു സ്റ്റെപ്പ് കൂടി ഉയർത്തേണ്ടത്. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും പറയും, എന്തും ഒരു ശാസ്ത്രീയമായി കാണും, സയന്റിഫിക് ആയി കാണും. നമ്മുടെ ലോകത്തിൽ ഒരേ ഒരു റിലീജിയനേ ഉള്ളൂ സയന്റിഫിക് ആയിട്ടുള്ള റിലീജിയൻ, അത് ഹിന്ദുമതം മാത്രമേ ഉള്ളൂ. വേറൊരു റിലീജിയനും സയന്റിഫിക് അല്ല. 100% 100% നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണരേണ്ടത്. നമുക്ക് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു തരം റിച്വൽ ഓറിയന്റഡ് ആണ്. നിങ്ങളൊരു വിഗ്രഹം വെക്കുന്നുണ്ട് വീട്ടില്, കുട്ടികൾ ചോദിക്കാണ് ഇതെന്തിനാണ് ഇത് വെക്കുന്നത്, ഇത് ആരാണ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും കൃഷ്ണനാണ്. എന്തിനാ കൃഷ്ണന്റെ വിഗ്രഹം വെക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് അവസാനം പറയാനുള്ളത് നമ്മുടെ പൂർവികന്മാര് എങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നല്ലോ, അതുകൊണ്ട് നമ്മൾ വെക്കണോ? അപ്പൊ പൂർവികന്മാര് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വെക്കേണ്ടതുണ്ടോ? വേറെ വല്ലതും അങ്ങനെയാണെങ്കിൽ ജീസസിന്റെ വെച്ചൂടെ എന്ന് നിങ്ങളുടെ കുട്ടികൾ ചോദിച്ചാൽ എന്താ ഉത്തരം? പറയൂ. നമ്മള് ക്രിസ്ത്യൻസ് അല്ലാന്ന് പറയും. അപ്പൊ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ? അതെനിക്കും അറിയില്ല. പിന്നെ അത് ആദ്യം പറഞ്ഞാൽ പോലെ. നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകത അല്ല, അറിയില്ല എന്ന് മാത്രം പറയില്ല, എല്ലാം അറിയുന്ന പോലെ നടക്കുക. ഒരു കൊന്തോട്ട് അറിയില്ല. അത് ആദ്യം കൂടെ എഴുന്നള്ളിച്ചാൽ മതി എനിക്ക് അറിയില്ല എന്നുള്ളത്. അല്ല, ഇത് തമാശയല്ല പറയുന്നത്. ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കുട്ടിയും കൂടെ അവര് ഗൾഫിലാണ്. അപ്പൊ ഗുരുവായൂർ വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത മമ്മിയൂർ അമ്പലം, നിങ്ങൾ മമ്മിയൂർ പോയിട്ടുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്ത്
അവിടെ ചെന്നപ്പോൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ശിവന്റെ അമ്പലത്തിൽ നമ്മൾ മുഴുവൻ പ്രദക്ഷിണം വെക്കില്ലല്ലോ, 3 ഭാഗത്തിലെ പ്രദക്ഷിണം വെക്കും. പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ചോദിച്ചു, എന്തിനാ അച്ഛാ, വൈ വി ആർ നോട്ട് ഡൂയിങ് ദ കംപ്ലീറ്റ് സർക്കിൾ, വൈ ഇറ്റ് ഈസ് സോ? അപ്പൊ അച്ഛൻ പറയാ, നീ അല്ലെങ്കിൽ കുരുത്തക്കേട് ചോദിക്കുന്നത്, നിന്റെ സ്വഭാവം പണ്ടേ ശരിയല്ല, നിന്റെ തള്ള നിന്നെ വളർത്തി നശിപ്പിച്ചു, അതൊക്കെ നീ കാണിച്ചേ പറ്റുള്ളൂ. അപ്പൊ കുട്ടി പറഞ്ഞു, അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയും സാറേ, എനിക്കത് മനസ്സിലാവും, വെറുതെ വേണ്ടാത്തതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. ഇതാണ് കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുള്ള റെസ്പെക്ട് കുറയുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കൃഷ്ണൻ പറയുന്നത്, ശാസ്ത്ര പഠനം. മറ്റുള്ള മതങ്ങൾക്ക് അവർക്ക് പിടിച്ചു നിൽക്കാനും അവർക്ക് യൂണിറ്റി ഉണ്ടാക്കാനും അവർക്ക് അഭിമാനം ഉണ്ടാക്കാനും സാധിച്ചത് അവരുടെ ശാസ്ത്ര പഠനത്തിലൂടെയാണ്. നമ്മുടെ ഹിന്ദു മതം മാത്രമാണ് ശാസ്ത്രം പഠിക്കാതെ നിലനിൽക്കുന്ന ഒരു മതം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയും മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്നും വേണ്ട, നിങ്ങൾ ഭഗവത്ഗീത എന്നിപ്പോ യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് എന്നുള്ള ഒരു ഗ്രന്ഥമാണ്. ഇത് നിങ്ങൾ ഓരോ സെഷനും ഓരോ മാസവും നിങ്ങൾ കൂടുമ്പോഴല്ലോ ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് നമ്മുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിലൊരു ശ്ലോകമെങ്കിലും, അതും നമ്മുടെ ഒരു കഷ്ടകാലത്തിന് സംസ്കൃതത്തിൽ എഴുതി വെച്ചത്. നമുക്കാണെങ്കിൽ സംസ്കൃതം അറിയില്ല. അത് അറിയുന്ന സംസ്കൃതം അപ്പോഴേക്കും പേടി, 100 അന്ധവിശ്വാസങ്ങളായി. എന്തെങ്കിലും ഒരു തെറ്റിപ്പോയാൽ അതുമല്ല കുഴപ്പവും ഉണ്ടാക്കുമോ ദൈവം എന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മള് വഴിതെറ്റിക്കാനാണ് കൂടുതൽ നമുക്ക് ആളുകളുള്ളത്. മന്ത്രം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം, അതുകൊണ്ട് ബെറ്റർ ചൊല്ലാതിരിക്കുക എന്നുള്ളത്. ഒരു തടച്ചു വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അത് നോക്കൂ, ഒരു കാരണവര് 99-ാമത്തെ വയസ്സിൽ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി, ഈ ഗീതയൊക്കെ. അപ്പൊ ആരും ചോദിച്ചു, എന്തിനാ അമ്മാവ ഈ പ്രായത്തിൽ അത് പഠിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയാം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള ഉർവശിയോട് സംസ്കൃതം സംസാരിക്കുന്നത്. നോക്കുന്നാലും മോഹൻ ചാവാൻ നേരത്ത് കളവൻ, അതാ മോഹൻ. പിന്നെ ഉർവശിയോട് സംസാരിക്കുന്ന അത്രയും കളവ്. അപ്പം അവിടെയാണല്ലോ ഉർവശി. പിന്നെ ആരൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ വാക്കുകളിലൊക്കെ. അപ്പൊ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരും ചോദിച്ചു, അപ്പൊ അങ്ങ് മരിച്ചത് നരകത്തിലാണ് പോകുന്നെങ്കിലോ? മലയാളം നല്ലോണം അറിയാം, മലയാളം പഠിച്ചാൽ എവിടെ വേണമെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലല്ലോ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫർദറായിട്ട് പോകേണ്ടതുണ്ടോ? ഉണ്ടോ? ഇനി നിങ്ങൾ ഒരു ഗണേശന്റെ ഭജന പാടുമ്പോൾ, എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താണ്, ഗണേശന്റെ ഭജന പാടുമ്പോൾ ഗണപതിയുടെ ചിത്രം നിങ്ങൾ കാണിക്കുമ്പോൾ ഹൂ ഈസ് ഗണേശ? അപ്പൊ സാധാരണ രീതിയിൽ ഈ രൂപത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, തല ആനയുടെയും വലിയ കുടവയറും അല്ലേ, അങ്കുശവും അതുപോലെ തന്നെ പാശവും, പിന്നെ ഒരു കയ്യില് മോദകവും, പിന്നെ ഒരു കയ്യില് ഗ്രന്ഥം അല്ലെ, ഒരു ഗ്രന്ഥം അല്ലേ കയ്യില്, ആണോ അല്ലയോ? ആ, പിന്നെ താഴെയാണെങ്കിൽ കയറി യാത്ര ചെയ്യുന്നത് മൂഷികൻ. ഇങ്ങനെ ഒരു രൂപം നമ്മൾ കുട്ടികളോട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക? എങ്ങനെ ഒരാളെ ഗണപതിയെ അമ്മ പാർവതി പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയും അബ്സേർഡ്. കാരണം ആനയുടെ തലയുള്ള ഒരാളെ പ്രസവിക്കുമോ? ഇന്നേ വരെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ ചൈൽഡ് അല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഒന്ന് പറയൂ. നിങ്ങൾ ആനത്തലയുള്ള ഒരാളെ നമ്മൾ പ്രസവിക്കില്ല, ഇമ്പോസിബിൾ ആണ്. എന്തിനാണ് ഇങ്ങനെ രൂപം വെച്ചിരിക്കുന്നത്? നമ്മൾ ഇവിടെയൊക്കെയാണ് നമ്മൾ വൃത്തികെട്ട കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്കത് വലിയ സങ്കടം തോന്നാറുണ്ട്. കുട്ടികളോട് പറയും, ശിവനും പാർവതിയും പണ്ട് കാട്ടിൽ പോകട്ടെ, എന്നിട്ട് 2 പേര് ആനയുടെ രൂപം എടുത്തു അത്രേ. അങ്ങനെ അവർക്ക് 2 പേർക്ക് ഒന്ന് സ്നേഹിക്കണം തോന്നി അത്രേ. അങ്ങനെ ആനയുടെ രൂപത്തിൽ ഇരുന്ന് സ്നേഹിച്ചതിലുണ്ടായ കുട്ടിയാണ് അത്രേ. ആര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കഥ? ഉണ്ടോ ഇല്ലയോ? അല്ല, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം. കുട്ടികൾ പറയും അവർക്ക് കാട്ടിലല്ല, അവർക്ക് വേറെ വല്ലയിടത്തും വെച്ചിട്ടാണ്, വെള്ളത്തിൽ വെച്ചിട്ടാണ് സ്നേഹിക്കാൻ തോന്നിയതെങ്കിൽ അതിലുണ്ടാവുന്ന കുട്ടി എന്തായിരിക്കും? അപ്പൊ ഇന്നത്തെ കുട്ടികള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിവുള്ള കുട്ടികളാണ്, ആർഗ്യുമെന്റേറ്റീവ് കുട്ടികളാണ്, ലോജിക്കലി ചിന്തിക്കുന്ന കുട്ടികളാണ്, റീസണിങ് ഉള്ളവര്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അപ്പൊ അവിടെയാണ് നമ്മള് ഈ രൂപങ്ങളെയൊക്കെ നമ്മൾ ഒരു മോഡേൺ മാനേജ്മെന്റ് ലോകത്തിലേക്ക് കൊണ്ടുവരുമ്പോഴല്ലോ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടാവും, ആ രൂപത്തോട് റെസ്പെക്ട് ഉണ്ടാവും. ഇന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളൊക്കെ. അപ്പൊ ഗണപതി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം ആനയുടെ തല. വാസ്തവത്തിൽ ഇതൊക്കെ പ്രതീകങ്ങളാണ്. അത് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടേക്കാണ് ഒരു ആദ്യം മുതൽ നമ്മളെ പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ്. നമ്മുടെ ഹിന്ദു മതം ഉണ്ടല്ലോ, നിങ്ങളെ ഹിന്ദു ഓർഗനൈസേഷനൊക്കെ നിങ്ങൾ പേരിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കുറച്ചുകൂടി നിങ്ങളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുകയായിരിക്കും നന്നാവുക. കാരണം കുറേ കൂടി നമുക്ക് പരിചയമുള്ളത് ക്രിസ്ത്യൻ തോട്ട്സ് ആണ്. ആണോ അല്ലയോ?
ഞാൻ പറയുന്നത് സത്യമാണ്. നോക്കൂ, നിങ്ങൾ കേട്ടോ ഈ വചനം? നിന്നെ പോലെ ഉറക്കെ പറയൂ, അയൽക്കാരെ സ്നേഹിക്കുക, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, മുട്ടുവിൻ. നോക്ക് എത്ര വേഗം നിങ്ങൾ പറയുന്നത് നോക്കൂ. ഒരു ശ്ലോകം പറയുന്ന ഭഗവത്ഗീതയില് ഉദ്ധരേതാത്മനാത്മാനം, ബാക്കി പറഞ്ഞു തരുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ബൈബിൾ എത്ര പരിചയമുണ്ട് നിൽക്കുന്നത്. എല്ലാ തരത്തിലും നമ്മൾ അവരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മളത് നോട്ടിൽ എഴുതി വെച്ചത് കണ്ടിട്ട്, ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉണ്ടോ? പക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് യാതൊരു പരിചയമില്ല. അപ്പൊ നമ്മുടെ കുട്ടികളോട് ചോദിക്കണം, ഞാൻ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്, സപ്പോസ് അവരുടെ സ്കൂളുകളിൽ റിലീജിയനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ എന്തായിരിക്കും പറയാം? നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്? അവര് അൺഫോർച്ചുനേറ്റ്ലി അവര് പറയും, ഞങ്ങളുടെ പാരന്റ്സ് ഞങ്ങളെ ഇതൊന്നും പഠിപ്പിച്ചു തന്നില്ല. വി ഡോണ്ട് ഹാവ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സ്റ്റഡി. അപ്പൊ അവർക്ക് നോക്കൂ, നമ്മുടെ കൾച്ചറിനോടൊരു എന്ത് വരും? ഡിസ്റെസ്പെക്ട് വരും. ഉണ്ടോ ഇല്ലയോ? ആരുണ്ടാക്കി വെക്കുന്നു? ഒരുപാട് ദൈവങ്ങൾ അവർ നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര മോശത്തരാണ്. നോക്കൂ നിങ്ങൾ, അവിടെയാണ് നിങ്ങളൊന്ന് ഉണരുന്നത്. നമുക്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നിങ്ങളൊക്കെ ഈശ്വരനെ വിശ്വസിക്കുന്നവരല്ലേ? ആണോ അല്ലേ? എത്ര പേര് ഈശ്വരനെ വിശ്വസിക്കാറുണ്ട്? ഒന്ന് കൈപൊക്കൂ. നിങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണോ അറിയുന്നില്ല? ആണോ? ഈശ്വര വിശ്വാസമുള്ളവരാണല്ലോ അല്ലെ? ഈശ്വര വിശ്വാസമുള്ള നിങ്ങളൊക്കെ മഹാവിഡ്ഢികളാണ്. നമ്മള് ഒരു ഭാര്യയും ഭർത്താവും ഒരു സ്ഥലത്ത് പോകും. കാര്യങ്ങൾ ചോദിക്കുകയാണ്, ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഭാര്യ ചൂണ്ടിക്കാണിച്ച്, ഇതാരാണ് നിങ്ങളുടെ? ഉടനെ ഭർത്താവ് പറയും, ഇതെന്റെ ഭാര്യയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പറയോ? പറയോ ഇല്ലയോ? പറയോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല പറയോ? ഞാൻ വിശ്വസിക്കണം പറഞ്ഞ നിങ്ങൾ ഒരൊറ്റ കുത്തു കൊടുക്കൂ. വിശ്വാസമാണോ അത്? അതുപോലെ ഭാര്യ പറയാണ് ഭാര്യയുടെ ഫ്രണ്ടിനോട്, ഇതെന്റെ ഭർത്താവാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. പറയോ? പറയോ? നിങ്ങളുടെ കുട്ടികളെ സൂചിപ്പിച്ച് നിങ്ങൾ പറയാം, ഇത് ഞങ്ങളുടെ കുട്ടികളാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. എത്ര മോശം വാക്കാണ്. പറയോ അത്? എന്തുകൊണ്ട്? നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവാണ്. കോട്ടയത്താണെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒരു വ്യത്യസ്ത ഭാഷയുണ്ട്. ഞാനൊരു വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അവിടുത്തെ ആള് പറയുന്നു, ഹസ്ബൻഡ് പറയുന്നു, സ്വാമി ഇത് നമ്മുടെ ഭാര്യ കിട്ടോ? നിങ്ങളുടെ ഭാര്യ എന്ന് പറയും. പക്ഷെ അവിടുത്തെ ഭാഷ നമ്മുടെ മകനാണ്, നമ്മുടെ കുട്ടിയാണ്, ഇത് നമ്മുടെ വീടാണ്. അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ മലയാളത്തിൽ ഇല്ലേ? ഒരു റെസ്പെക്റ്റോടുകൂടി പറയുമ്പോൾ നമ്മുടെ എന്നുള്ളൊരു ഭാഷ. പക്ഷെ പൊതുവെ നമ്മുടെ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ വിചാരം? പറഞ്ഞു വരുന്നത് ഈ വിശ്വാസം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ മക്കളാണ്, ഭാര്യയാണ്, അതുപോലെ അച്ഛനാണ്, അമ്മയാണ് എന്നത് നമുക്ക് നല്ല ഉറപ്പാണ്. ഉറപ്പുള്ള ഒരു കാര്യം നിങ്ങൾ ആരും പറയൂ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പൊ വിശ്വസിക്കുന്നു എങ്കിൽ അതിൽ ഉറപ്പില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പറയൂ ഉറപ്പില്ല. ഉറപ്പില്ലാത്തവരൊക്കെ വിഡ്ഢികളല്ലേ? ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് അല്പം പഠിക്കാൻ തയ്യാറായില്ലല്ലോ, വി ക്യാൻ ചേഞ്ച് ദ വേൾഡ്. കാരണം ഇത്ര സയന്റിഫിക് ആയിട്ട് ഒരു റിലീജിയൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ സയന്റിഫിക് എന്ന് പറയാൻ കാരണം ഓരോ വേർഡും ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയന്റിഫിക് വേർഡുമായിട്ട് അല്ലെങ്കിൽ അവരുടെ റിവിലേഷൻസ് ആയിട്ട് ഡിസ്കവറിയുമായിട്ട് വളരെയധികം താതാത്മ്യപ്പെട്ടു പോകുന്ന വാക്കുകളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സിംഗിൾ വേർഡ്, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇതിലേക്ക് കിടക്കുകയാണ്. ജഗത്ത് എന്നുള്ളൊരു വാക്ക്, ഒറ്റ വേർഡ്, ജഗത്ത്. നമ്മുടെ ഋഷീശ്വരന്മാർ 5000 years മുമ്പ്, 5000 അല്ല അതിന് മുമ്പ് തന്നെ, ലോകത്തിലൊരു കൾച്ചർ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ യൂണിവേഴ്സിനെ വിളിച്ച പേരാണ് അറിയോ? ജഗത്ത്. ഇപ്പോഴും നമ്മൾ മലയാളത്തിലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ടോ? ജഗത്ത്. യൂണിവേഴ്സിന് ജഗത്ത് എന്നുള്ള പേര് ഒരു സയൻസും ഇല്ലാത്ത കാലത്ത് വന്ന് ഋഷിമാർ ഉപയോഗിച്ചാണ്. ആ വേർഡിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ, 3 അക്ഷരങ്ങളെ അതിന്റെ അർത്ഥം. ഏതൊക്കെയാണ്? ജായതേ, സോറി, ജഗത്ത് ആണോ? ആ 3 ലെറ്ററിന്റെയും മീനിങ് കൊടുത്തിരിക്കുന്നത് ജ എന്നതിന് ജായതേ. ജായതേ എന്ന് പറഞ്ഞാൽ ഇത് ജനിച്ചതാണ്. രണ്ടാമത്തത് ഗച്ഛതി, ഇത് തിരിച്ചു പോകുന്നതാണ്. ഗച്ഛ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക. ത എന്നുള്ളതിന് തിഷ്ഠ, നിൽക്കുക. അപ്പോ ഇത് ജനിച്ചതാണ്,
പോകുന്നതാണ്, അതുവരെ മാത്രം നിലനിൽക്കുന്നതാണ്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഓൾ സോളാർ സിസ്റ്റം എല്ലാം നമ്മുടെ ഇന്നത്തെ നമ്മൾ ഇരിക്കുന്ന ഈ എന്താ പറയുക സയൻസില് ഈ ഗാലക്സി, ഒരുപാട് ഗാലക്സി, ഇപ്പൊ നമ്മൾ വേറൊരു ഗാലക്സിയിലായിരിക്കും, സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു യൂണിവേഴ്സ്. ഇതെല്ലാം നേരത്തെ ഊർജമായിരുന്നു എന്നും അതിനെ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പേരിട്ടു. ഈ ബ്ലാക്ക് ഹോൾ എനർജിയിലുണ്ടായ സ്ഫോടനമാണ്, ആണോ? അതാണ് ബിഗ് ബാങ് തിയറി, ആണോ അല്ലയോ? ആ ബിഗ് ബാങ്ങിലൂടെ എനർജിയിൽ സ്പ്ലിറ്റ് ആയി, അത് പിന്നീട് മാസായി, അത് പിന്നീട് ഉരുകി പല രൂപത്തിലായി. അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഈ സോളാർ സിസ്റ്റം മുഴുവൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ എനർജിയിൽ ഉണ്ടായിരുന്നു, എനർജി ആയിരുന്നു, അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണെന്ന്, ആണോ? ഇതൊക്കെ ജനിച്ചു വന്നാണ് ഏതിൽ നിന്ന് പറയൂ? എനർജിയിൽ നിന്ന്, ഊർജത്തിൽ നിന്ന്. E = mc², സയൻസിന്റെ തിയറിയാണ്. ഇയിൽ നിന്നും മാസം ഉണ്ടായി. ഈ എന്ന് പറഞ്ഞാൽ എനർജി, മാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ യൂണിവേഴ്സ്. അപ്പൊ അങ്ങനെ നേരത്തെ എനർജിയായി നിന്നത് ജനിച്ചു വന്നതാണ്. ഇത് ഏത് കാലം? നമ്മുടെ ഋഷിമാര് പറയുന്നത് 5000 വർഷം മുമ്പ്. അങ്ങനെ മാസായി വന്നതൊക്കെ എനർജിയായി നിന്ന് വീണ്ടും ഇതെല്ലാം ആ എനർജിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ പേപ്പറിലും ടി വിയിലൊക്കെ കണ്ടു എന്നറിയില്ല, റഷ്യയില് ഒരു സ്റ്റാർ വന്ന് അവിടെ കൊലൈഡ് ചെയ്ത് കണ്ടില്ലേ? കുറെ ആളുകളൊക്കെ ആക്സിഡന്റ് ആയി, അപകടത്തിലായി കഴിഞ്ഞു. അപ്പൊ എത്രയോ നക്ഷത്രങ്ങൾ, എത്രയോ ഗാലക്സികൾ അപ്പിയർ ചെയ്യുന്നു. എത്രയോ ഗാലക്സികൾ, നമ്മൾ ഇരിക്കുന്ന ഭൂമിയും ഒരു ദിവസം ഡിസപ്പിയർ ചെയ്യുന്ന പറയുന്നത്. വീണ്ടും ആ ബ്ലാക്ക് ഹോളിലേക്ക് തിരിച്ചു പോകും. എന്ന് പോകുന്ന അറിയില്ല. ഏതായാലും അധികമൊന്നും നിങ്ങൾ സമ്പാദിച്ചു വെക്കണ്ട, ഇത് തിരിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്. തമാശയിൽ ഈ ഭൂമിക്ക് പോയേ പറ്റുള്ളൂ. ഭൂമി എങ്ങനെ ക്രമേണ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് പോകുന്നുള്ളൂ, ഉറപ്പാണ്. പ്രകൃതിയിൽ അങ്ങനെ നിയമമുണ്ട്. അപ്പോ ഇതെല്ലാം തിരിച്ചു പോകുന്നത് വരെ മാത്രം നിലനിൽക്കുന്നതാണ്. ഇനി ഇത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ ശരീരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ ശരീരത്തിൽ നിന്ന് പ്രകടമായി ഇപ്പോ ജീവിക്കുന്നു. നമുക്കറിയാം 100% ഗ്യാരണ്ടീഡാണ് ഒരു ദിവസം ഇത് വീണ്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത്, ആണോ? നമ്മൾ കെട്ടിടങ്ങൾ കാണുന്നു, ഓരോ സാധനങ്ങളും കാണുന്നു, ഇവിടെയൊക്കെ ഉണ്ടാവുന്നു, ഉണ്ടായത് കുറെ കാലം നിലനിൽക്കുന്നു, ഒരു ഭൂകമ്പമോ എന്തെങ്കിലും ഒരു ക്ലാഷ് വരുന്നു, അതെല്ലാം വീണ്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത് ഒരു സയന്റിഫിക് ഗവേഷണവും ചെയ്യാതെ നമ്മുടെ ഋഷീശ്വരന്മാർ 3 അക്ഷരങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് വളരെയധികം കോറിലേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചവരാണോ? ആണോ അല്ലയോ? അതെ. ഇനി ഇതുപോലുള്ളൊരു വാക്കാണ് ഈശ്വരൻ എന്നുള്ള വാക്ക്. ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ്, നമ്മളെ ആരും ഇതൊന്നും പഠിപ്പിച്ചു തന്നില്ല. ഈശ്വരൻ എന്നുള്ളതുണ്ടല്ലോ, നമ്മൾ ഇത്രയും കാലം നമ്മൾ കൺസെപ്റ്റ് ചെയ്യാണ് ഈശ്വരനെ. നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ വിചാരം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു കണ്ണിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു കൃഷ്ണനോ രാമനോ അയ്യപ്പനോ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് അനവധി ദൈവങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ? എത്ര ദൈവങ്ങളുണ്ട്? 30. ഇനി പറയുന്നത് കേട്ടോ, ഈ വിഡ്ഢിത്തരം മഹാവിഡ്ഢികൾ ഇത് പറയുന്നു. ഫൂളിഷാണ് ഈ വാക്കുകളൊക്കെ. നിങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കണം. ഡോണ്ട് മിസ്ഗൈഡ് ദം. ട്രൂലി സ്പീക്കിംഗ്, നമ്മൾ അവരെയൊക്കെ വഴിതെറ്റിക്കരുത്. നിങ്ങൾ ഭഗവാൻ ഗീതയിൽ പറയുന്ന ബുദ്ധിഭേദം ചെയ്ത് ഡോണ്ട് മിസ്ഗൈഡ് അതേഴ്സ്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. വി ഡോണ്ട് നോ പറയാനുള്ള ഗഡ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? വെറുതെ മിസ്ഗൈഡ് ചെയ്തു. നമ്മൾ മിസ്ഗൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികള് ഇപ്പൊ ഫൂളിഷ് ആയിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കുറെ കഴിഞ്ഞാൽ അവർക്ക് ലോജിക്കലി അവർ ആർഗ്യൂ ചെയ്യും. കാരണം അവർ മറ്റുള്ള കുട്ടികളോട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം ഏതൊരു കാര്യം നമുക്ക് പറയണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോജിക്കൽ ആൻഡ് സയന്റിഫിക്കൽ ആൻഡ് റീസണിങ് ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്കത് പറയാൻ. ഇവിടെ നോക്കൂ, നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെയധികം സയന്റിഫിക് ആയിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇന്നത്തെ സിസ്റ്റത്തിന് പറ്റുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് റെക്കോർഡിക്കൽ പ്രൂഫ് വേണം, നിങ്ങൾക്ക് ലാബ് പ്രൂഫ് വേണം, ആണോ അല്ലയോ? ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ റിലീജിയന്റെ കാര്യത്തിൽ മാത്രം ഒരു വിശ്വാസം കൊണ്ടുവരുന്നത്? അത് ഫൂളിഷ്നെസ് ആണ്. അവിടെയും നമുക്ക് എന്തുകൊണ്ട് ഈ റീസണിങ് കൊണ്ടുവന്നുകൂടാ? അവിടെയാണ് നമുക്ക് പഠനത്തിന്റെ ആവശ്യമുള്ളത്. കൃഷ്ണൻ എപ്പോഴും പറയും, ഇവിടെയാണ് നമുക്ക് ഗുരുക്കന്മാരുടെ ആവശ്യം. ആരെങ്കിലും നമ്മളെ ഈ കാര്യത്തിലൊന്ന് ഗൈഡ് ചെയ്യണം. അപ്പോ അങ്ങനെ ഗൈഡ് ചെയ്യണമെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ള ശാസ്ത്രങ്ങളാണ്, ഈ ഗ്രന്ഥങ്ങളാണ്.
നമ്മുടെ ഹിന്ദു മതത്തിന് നമ്മുടെ കാരണവന്മാർ ചെയ്ത മഹാപാപം, ഞാൻ അവരെ പാപികൾ എന്ന് ഇക്കാര്യത്തിൽ വിളിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും ശാസ്ത്രം പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തില്ല. അത് അവർ വലിയ ചെയ്ത് തെറ്റ് തന്നെയാണ്. അവർ വെറും ഒരു വിഗ്രഹാരാധനയിൽ കൊണ്ട് നശിപ്പിച്ചപ്പോഴാണ് ടിപ്പു സുൽത്താൻ വന്ന് വിഗ്രഹം തല്ലി ഉടച്ചു. ഒരു കൃഷ്ണനും ഇറങ്ങി വന്നില്ല, ഒരു ദൈവവും ഇറങ്ങി വന്നില്ല. നിങ്ങൾ കൃഷ്ണൻ രക്ഷിക്കും, രാമൻ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടികളെ വെറുതെ വഴിതെറ്റിക്കരുത്. ഒരു രാമനും ഒരു കൃഷ്ണനും വന്ന് രക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഫൂളിഷ്നെസ് ആണത്. കൃഷ്ണനും രാമനും രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തേ ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ രക്ഷിക്കായിരുന്നില്ലേ? നമ്മളെ മുഗളന്മാർ ആക്രമിച്ചപ്പോൾ രക്ഷിക്കായിരുന്നില്ലേ? ഇപ്പോഴും എന്താ ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനം ഉണ്ടായി. തിരുപ്പതി ഭഗവാൻ ഏറ്റവും അടുത്തല്ലേ, അങ്ങോട്ട് അവിടെ രക്ഷിക്കായിരുന്നില്ലേ? വലിയ ഇൻകുള്ള ആളല്ലേ, എന്റെ ആൾക്ക് രക്ഷിക്കായിരുന്നില്ലേ? 2 കൊല്ലം മുമ്പ് ഞാൻ നിങ്ങളുടെ കുട്ടികൾ ചോദിക്കും ഇതൊക്കെ, എന്തുകൊണ്ട് ദൈവം അവരെ എന്ന് രക്ഷിക്കുന്നില്ല? ഇപ്പൊ ഓരോ ദിവസം പത്രത്തിൽ വായിച്ചു ഉത്സവങ്ങളുടെ കാലാണ് ഇനി വരുന്നത്. എന്നും ആന ഇടിച്ചിട്ട്, ആന കുത്തിയിട്ട്, ആന ഇതാക്കിയിട്ട് എന്നും മരിക്കണോ അമ്പലങ്ങളിൽ നിന്നും? എന്റെ ദൈവത്തിന് അവർക്ക് രക്ഷിക്കായിരുന്നില്ലേ? മനസ്സിലാവണ്ട നിക്ക്. ദൈവം എനിക്കറിയാം, എന്റെ കൂടെ പൂജ ചെയ്യുന്നൊരു അദ്ദേഹം ഉണ്ണി തിരുമേനി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും തിടമ്പെടുത്ത് എഴുന്നള്ളിക്കുന്നു. ആന അടഞ്ഞപ്പോ അദ്ദേഹം ഭാഗവതമൊക്കെ പഠിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ആന അടഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന്റെ മുകളിൽ ഇരുന്നാൽ ശരിയല്ല. ആന ഭാഗ്യത്തിന് ഒരു മതിലിന്റെ മുകളിൽ കൊണ്ട് ഇയാളെ തട്ടിയിരുന്നു. ഇയാള് ഭാഗ്യത്തിന് തിടമ്പ പുറത്തേക്ക് ചാട്ടം, ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനാണ് തിടമ്പ അദ്ദേഹത്തിന് രക്ഷിക്കില്ല എന്നുള്ളത്. ആന തിടമ്പ പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുത്തി മലർത്തുയിരുന്ന ആന. അപ്പൊ പറഞ്ഞു വരുന്നത് അന്ധവിശ്വാസങ്ങളാണ് ഇപ്പൊ നമുക്കുള്ളത്, അത് റിയൽ അല്ല. നമ്മളിപ്പോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? കൈവക്കൊന്ന് കാണാനാണ്, നിങ്ങളുടെ കൈകൾ കാണാനോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എക്സസൈസ് ആയി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരും വിഡ്ഢികളാണ്. ഇതൊന്നും നമ്മുടെ അല്ല വാസ്തവത്തിൽ. ഞാൻ നിങ്ങളെ കളിയാക്കല്ല, ഇതൊന്നും നമ്മുടെ വാക്കല്ല. ഈ പ്രാർത്ഥന എന്നുള്ളതുണ്ടല്ലോ നമുക്കില്ല. ഇത് ക്രിസ്ത്യൻ വേർഡാണ് ഇതൊക്കെ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിലെ അമ്മമാരും മറ്റൊന്നും ഈ വാക്ക് പറയില്ല. സന്ധ്യക്ക് പ്രാർത്ഥിക്കൂ എന്നാണോ പറയാ? നാമം ജപിക്കുന്ന, നമുക്ക് നാമജപമാണ്, നമുക്ക് പ്രാർത്ഥനയില്ല. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാൻ കാരണം അവര് ദൂരെ എവിടെയോ ദൈവത്തെ കണ്ടുപിടുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ എത്തുന്ന അവർ പറയണത്. മനസ്സിലായില്ലേ? നമുക്ക് പ്രാർത്ഥനകളില്ല, നമുക്കുള്ളത് ധ്യാനവും ജപവുമാണ്. എന്താണ് ധ്യാനവും ജപവും? നോക്കൂ നിങ്ങൾ, നമ്മുടെ മന്ത്രങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി എന്നാണ്. ധീമഹി എന്നുള്ള ശബ്ദത്തിനർത്ഥം ധ്യാനിക്കൂ എന്നാണ്. നിങ്ങൾ നോക്കൂ, ശിവന്റെ പോസ്റ്റർ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ എല്ലാ മഹാന്മാരുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാലും അവരൊക്കെ ഇരിക്കുന്നത് ഏത് പോസ്റ്ററില? ധ്യാനത്തിന്റെ പോസ്റ്ററിലാണ്. അപ്പോ പറഞ്ഞു വരുന്നത് നമുക്ക് പ്രാർത്ഥനയില്ല, നമുക്കുള്ളത് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, ഇവിടെ നിങ്ങൾ ചെയ്തത് നാമസങ്കീർത്തനം. ഇപ്പൊ എന്തിനാണ് ഈ നാമസങ്കീർത്തനം? നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. നോക്കൂ, നിങ്ങൾ ഞാൻ ഭജന ചൊല്ലുമ്പോൾ സത്യത്തിൽ ഞാനത് ഇന്റർഫിയർ ചെയ്യാൻ കാരണം നിർത്താൻ പറഞ്ഞത്, കുട്ടികൾക്കൊന്നും താല്പര്യമില്ല. അവര് പറയണത് വലിയവർക്ക് എന്തോ പണിയില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ബഹളം വെക്കണം. ആ സമയം കൊണ്ട് കാർട്ടൂൺ കണ്ട എത്ര നല്ലതാണ്, അല്ലെങ്കിൽ ആ സമയം കൊണ്ട് വേറെ വല്ലതും എന്താ പറയാ TV ഷോ കണ്ടാൽ എത്ര ആണോ അല്ലയോ? അവരുടെ മനസ്സ് ഇവിടെ ഇരിക്കാനോ വീട്ടിൽ പോയി TV കാണാനോ? സത്യം തുറന്നു പറയാം. ഏതിലാ അവർക്ക് താല്പര്യം? TV കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ച് പാടിയിട്ട് എന്താ കാര്യം? കുറെ കഴിഞ്ഞാൽ എന്താ പറയാ, കുറച്ചുകൂടി വലുതായാലും ഡാഡ് യു ഗോ, മമ്മി യു ഗോ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇത് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുത്തും നിങ്ങളുടെ കാര്യം. അങ്ങനെ നമ്മളൊരു ഫോഴ്സ്ഫുള്ളി റിലീജിയൻ കൊണ്ടുപോയിട്ട് അവിടെയാണ് നമുക്ക് സയന്റിഫിക് ആവേണ്ട കാര്യം. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്തിനാണ് ജപിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറെ സ്പിരിച്വലി നമ്മുടെ ടെക്സ്റ്റുകളെ കുറിച്ചൊരു അവയർനെസ് വേണം. അപ്പോഴേ നിങ്ങൾക്കത് സയന്റിഫിക്കലി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സെഷൻ നമുക്ക് മുഴുവൻ അനുവദനീയല്ല. എത്ര സമയം വരെ പോകും നമുക്ക്? 9 മണി വരെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ കുട്ടികളൊക്കെ ഇരിക്കും 9 മണി വരെ. അയ്യോ, അങ്ങനെ അവരെ പിടിച്ചിരുന്ന അർത്ഥമില്ല. കുട്ടികൾ 9 മണി വരെയൊക്കെ ഇരിക്കുമോ? ഒരു 8-8:30 വരെ പോകാം. അല്ലെങ്കിൽ അത് പിന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെച്ച് നമുക്ക് നിർത്താം. കാരണം അവരെ പിടിച്ച് നമ്മളെ വിഷമിപ്പിക്കും. അപ്പോ നമ്മൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈശ്വരൻ ആര്, 2
ജപം എന്തിന്? ഇതിന്റെ സയന്റിഫിക് റീസൺ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഗണപതിയെ തുടങ്ങി വെച്ചത് ആനയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ നിർത്തി. എന്നിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിർത്താം. ഒന്ന്, ഈശ്വരൻ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ജഗത്ത് എന്നുള്ള വാക്കുപോലെ സയന്റിഫിക് ആയ ഒരു വേർഡാണ് ഇത്, ഈശ്വരൻ. അതിന് നിങ്ങൾ സയന്റിഫിക് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അതിന്റെ സയന്റിഫിക് എന്ന് പറയുന്നത്? ഈശ്വരൻ എന്നുള്ള വാക്കിന് ഈശ്വര, സംസ്കൃതത്തിൽ ഈശ്വര എന്നാണ്, മലയാളത്തിലാകുമ്പോൾ നമ്മള് ശ്വരൻ എന്നുള്ളൊരു എൻ ചേർക്കുന്നത്. ഈശ്വര. ഗീത എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈശ്വര സർവഭൂതാനാം. ഈശ്വര, കൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയ. സംസ്കൃത ഗീതയില് 18-ാം അധ്യായത്തിൽ 61-ാമത് ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം. ഗീതയൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഗീത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചോളൊന്നും അല്ല. ഏത് ഗീത? ഗീത ഉണ്ടോന്ന് വെച്ചാൽ ഒരാളുടെ കൈബുക്ക് ഗീതയാണ്. ആ ഗീതയല്ല ഉദ്ദേശിച്ചത്. പണ്ട് സർദാർജി പറഞ്ഞ പോലെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ അനിയത്തി ശാന്തിയെ വിളിക്കടി രാത്രി. എന്തിനാണെന്ന് വെച്ചോ? അപ്പൊ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ ശാന്തിയോട് കൂടിയിട്ട് വേണം ഈ ടാബ്ലറ്റ് കഴിക്കാൻ. ശാന്തി എടുത്തിട്ട് വേണം ഈ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ. നിങ്ങളുടെ എത്ര ആളുടെ വീട്ടില് ഭഗവത്ഗീത ഉണ്ട്? കുറെ പേര്. ആരെങ്കിലും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ആര് വായിച്ചിട്ടുണ്ട്? നിങ്ങൾ ദിവസം വായിക്കാറുണ്ട് സ്വാമി? എങ്ങനെ വായിക്കാറുണ്ട്? ടിവിയില് അല്ലെങ്കിൽ ആണോ? നിങ്ങൾ തുടങ്ങണേ, ഗീത ഒന്ന് പഠിപ്പിക്കാൻ തുടങ്ങും. വേണോ വേണ്ടേ? ഗീത മുഴുവൻ വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളെ കുട്ടികൾ തിരിഞ്ഞു നോക്കരുത് കേട്ടോ, നടക്കേണ്ടി വരും. മനസ്സിലായിട്ടോ? ഇന്ന് വലിയൊരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയണേ, ഒരുപാട് വിദേശികൾ ഗീത പഠിക്കാൻ താല്പര്യപ്പെട്ടില്ല. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഗീതയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നുള്ളത്. അതുപോലെ മെഡിറ്റേഷൻ അവർ പഠിക്കാൻ വരികയാണ്. ഒരുപാട് കുട്ടികളെ മെഡിറ്റേഷൻ സ്വാധീനിക്കാൻ തുടങ്ങി. കാരണം ഈ ആപ്പിൾ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ ആണ്. ഇവിടെയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ആപ്പിൾ ആണ്. എല്ലാവരും ആപ്പിളിലാണ്. മനസ്സിലായില്ലേ? വീട്ടിലെ കുട്ടി പറഞ്ഞു, എൻ്റെ ഐപോഡ് ഉണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു, എൻ്റെ ഐപാഡ് ഉണ്ട്. എത്ര പേരുടെ കയ്യിൽ ഐപോഡ് ഉണ്ട്? കൈബുക്കാൻ തുടങ്ങി. ചിലരുടെ കയ്യിൽ ഐപാഡ് ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ഐഫോൺ ഉണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഐ പെയ്ഡ് ഫോർ എവരിത്തിങ്. ഇവരോടൊക്കെ പാഡും ഉണ്ട്, ഫോണും ഉണ്ട്. ഇതുപോലെ നിങ്ങളിലൊക്കെ, ഈ കുട്ടികളിലൊക്കെ ഐഫോൺ ഉണ്ട്. ഈ ഐഫോൺ, ഈ ആപ്പിൾ, അതിന്റെ കമ്പനിയുടെ സിഇഒ മരിച്ചുപോയ ആരാണത്? Who was the inventor? Steve Jobs. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, ലൈഫ് ഹിസ്റ്ററി, ഓട്ടോബയോഗ്രഫി അദ്ദേഹം മരിച്ചതിന് ശേഷം പുറത്തിറങ്ങട്ടെ. ഈ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു. ഹി വാസ് വർക്കിംഗ് ഫോർ സം അതർ കമ്പനി. അവിടുന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ട ആളാണ് ഈ സ്റ്റീവ് ജോബ്സ്. അങ്ങനെ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയി, സൂയിസൈഡ് വരെ ചിന്തിച്ച ആളാണ്. കാരണം കമ്പനിയിൽ നിന്നൊക്കെ പുറത്തായി, ഒരു പണിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ഗ്രന്ഥം വായിച്ചു, ഇന്ത്യൻ ടെക്സ്റ്റ്. അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് പോകാനൊരു മോട്ടിവേഷൻ. അപ്പൊ ഇവിടെ നിന്നൊക്കെ ആളുകൾ ഇരുന്ന് കടം മേടിച്ചിട്ട് നേരെ ഋഷികേശിൽ പോയി. അവിടെ ചെന്ന് അദ്ദേഹം മെഡിറ്റേഷൻ, ഒരു ആശ്രമത്തിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്തു. ഈ മെഡിറ്റേഷൻ ചെയ്ത് അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ, എന്തുകൊണ്ട് എനിക്ക് പുതിയതായ ഒരു കാര്യം ചെയ്തുകൂടാ. ഈ മോട്ടിവേഷനിലാണത്രേ അദ്ദേഹം ഒരു കുട്ടി ആപ്പിൾ കടിച്ചു നിൽക്കുന്ന രംഗം അവിടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ആപ്പിൾ, കടിച്ച ആപ്പിളിനെ ഇതായിട്ട് എടുത്തത് അദ്ദേഹം, ആപ്പിൾ കമ്പ്യൂട്ടർ എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു ഇന്നോവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അമേരിക്കയിൽ ചെന്നിട്ടാണ് അദ്ദേഹം ആപ്പിൾ കമ്പനി തുടങ്ങുന്നത്. അദ്ദേഹം അതിന് പറയുന്നുണ്ട്, എനിക്കതിന്റെ മോട്ടിവേഷൻ കിട്ടിയത് ഇന്ത്യയിൽ ചെന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ്. ഇതെങ്ങാനും നമ്മുടെ കുട്ടികൾ വായിക്കുന്നു, പ്രത്യേകിച്ച് കുറെ ഫോറിനേഴ്സ് അത് വായിക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് കേൾക്കുമ്പോൾ അവർക്കൊരു ചിന്ത, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പുതിയത് വല്ലതും അവർക്കും. അപ്പൊ അവര് നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ മെഡിറ്റേഷനോ? നിങ്ങളുടെ നാട്ടിൽ മെഡിറ്റേഷൻ? വാട്ട് മെഡിറ്റേഷൻ? നമുക്കൊരു പൊതുവും അറിയില്ല പറഞ്ഞാൽ എത്ര നമ്മൾ അഷൈംഡ് ആയിരിക്കും. ആണോ അല്ലയോ? നമ്മുടെ അവസ്ഥ അതാണ്. നമ്മുടെ കുട്ടികൾക്ക് നാളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? കാരണം അവര് മിങ്കിൾ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ കുട്ടികളാണ്. അവരിതൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികളാണ്.
ഇവിടുത്തെ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ റിലീജിയനോട് ഒട്ടും താല്പര്യമില്ല. നമുക്കറിയാം ഇവിടെ നോൺ റിലീജിയൻ എന്നൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്, ഉണ്ടോ? കാരണം അവർക്കറിയാം ഫൂളിഷ്നെസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പുതിയ എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ജിജ്ഞാസയുണ്ട്. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അടുത്ത നൂറ്റാണ്ട് നമ്മുടെ കയ്യിലാണ്. പക്ഷെ അതിന് നിങ്ങളൊക്കെ ഉണരണം, നിങ്ങൾ പഠിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിന്റെ സയന്റിഫിക് ആസ്പെക്ട്. അപ്പൊ ഈശ്വരൻ എന്നുള്ള വാക്കിലേക്കാണ് ഞാൻ വരുന്നത്. സാൻസ്ക്രിറ്റില് ഈശ്വര 3 അക്ഷരങ്ങൾ, ഈശ്വര, ഈ 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഈശ്വര, ആണോ? ഈ എന്നുള്ള അക്ഷരത്തിന് നേരത്തെ ഞാൻ ജഗത്ത് എന്ന് പറഞ്ഞ പോലെ ഈ എന്നതിന് ഇച്ഛ. ഇച്ഛ എന്നുള്ളതിന് ഇവിടെ അർത്ഥം തോട്ട്സ്, ഡിസയർ, മൈൻഡ് എന്നർത്ഥം. ഇച്ഛ നമുക്കറിയാം തോട്ട്സ് ആണ്, ഡിസയർ ആണ്. അതായത് ഈ എന്നുള്ള ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് മൈൻഡിനെയാണ്. ശ്വാസം എന്ന് പറഞ്ഞാൽ ബ്രെത്ത്, ശ്വാസത്തെ പ്രതികരിക്കും. ര എന്നുള്ള അക്ഷരം ശരീരത്തിലെ ചൂടിനെ പ്രതിനിധിച്ചു. ഈ ര എന്നുള്ള അക്ഷരം പറയുമ്പോൾ തന്നെ നോക്കൂ നിങ്ങൾ, നാവ് നമ്മുടെ അപ്പർ പാലറ്റ് അതിൽ പോയിട്ടൊന്ന് റബ്ബ് ചെയ്യണം. ആണോ? ചെറിയൊരു മസാജിങ് ഉണ്ട് അവിടെ, ഉണ്ടോ? ഒരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ട് അവിടെ, ഉണ്ടോ? ആണോ അല്ലയോ? നിങ്ങൾ നാവ് തൊടാതെ ഒന്ന് പറയും, പറയാൻ പറ്റുമോ? അപ്പൊ ഒരു ടച്ച് ഉണ്ട്. ടച്ച് മാത്രമല്ല, ഒരു ചെറിയൊരു റബ്ബിങ്, ആണോ അല്ലയോ? എവിടെ ഒരു റബ്ബിങ് ഉണ്ടോ, എവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടോ, അവിടെ ഹീറ്റ് ഉണ്ട്. സയൻസിന്റെ തിയറിയാണത്. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൈ തന്നെ ചൂടാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ര എന്നുള്ള അക്ഷരം ചൂടിനെ പ്രദാനം ചെയ്യും, ഹീറ്റിനെ പ്രദാനം. അങ്ങനെയാണ് സൂര്യന് രവി എന്നുള്ള പേര് കൊടുക്കുന്നത്, സാൻസ്ക്രിറ്റ്. അപ്പൊ ഈ 3 അക്ഷരങ്ങൾ, ഈ എന്ന് പറഞ്ഞാൽ ഇച്ഛ അല്ലെങ്കിൽ മൈൻഡ്, തോട്ട്സ്. ശ്വ എന്ന് പറഞ്ഞാൽ ശ്വാസം, ര എന്ന് പറഞ്ഞാൽ ചൂട്, അഗ്നി. ഈ 3നെയും ശരീരത്തിൽ നിലനിർത്തുന്ന കോൺഷ്യസ്നസ് ആണ് ഈശ്വരൻ. അതായത് കോൺഷ്യസ്നസ് എന്നുള്ള വാക്കുണ്ടല്ലോ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺഷ്യസ്നസ്. Hinduism is not a religion of belief and prayers. Hinduism is the religion of the science of the consciousness. ലോകത്തിൽ കോൺഷ്യസ്നസ് എന്നത് നമ്മളെ ഋഷീശ്വരന്മാരാണ് കണ്ടെത്തിയത്. ഈ കോൺഷ്യസ്നസ് ഉള്ള വാക്കുണ്ടല്ലോ ഇന്ന് പലരും ഉപയോഗിക്കുന്നുവെങ്കിലും അതിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ടില്ല അവർ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് അവർ കോൺഷ്യസ്നസ് എന്നുള്ള മൈൻഡിന്റെ ലെവലിലാണ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ഒരു സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ കോൺഷ്യസ്നസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു കോൺഷ്യസ് സ്റ്റേറ്റ്, സബ് കോൺഷ്യസ് സ്റ്റേറ്റ്, അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിലല്ല നമ്മുടെ ഋഷിമാരെ പറഞ്ഞു, അതിനും അപ്പുറത്തൊരു ലെവല് കോൺഷ്യസ്നസ്. ഈശ്വരൻ എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് ആണ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു. എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്നുള്ള വാക്ക് വന്നത്? മനസ്സിനെയും ശ്വാസത്തെയും അഗ്നിയെയും ശരീരത്തിൽ നിലനിർത്തുന്ന കോൺഷ്യസ്നസ്. ശ്രദ്ധിക്കുന്നീങ്ങളെ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു ഡെഡ് ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 സാധനങ്ങൾ ആ ബോഡിയിൽ ഉണ്ടാവില്ല. ഏതൊക്കെ? പേഴ്സോ? ആദ്യം എടുക്കാൻ പോകുന്നത് അല്ല, ഇന്നത്തെ കാലത്ത് അതൊക്കെയാണ് ആദ്യം നോക്കുക. റോഡിൽ വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ആദ്യം എടുക്കാനും അല്ലെ കഴുത്തുള്ളത് കൂരാനും ഒക്കെയാണ് ആദ്യം നോക്കുക. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് റോട്ടിൽ മരിച്ചു കിടക്കാൻ ഒരാളുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാവില്ല? മൈൻഡ് ഉണ്ടാവില്ല, ഫീലിങ്സ് ഉണ്ടാവില്ല, ഇമോഷൻ. ഇനി ആൾക്ക് ഫീലിംഗ് ഒന്നുമില്ല, ഉണ്ടോ? ഭാര്യ അടുത്ത് കരഞ്ഞാലും ഭർത്താവ് അടുത്ത് കരഞ്ഞാലും ഒരു പ്രശ്നമില്ല. എത്ര വേണേ കരഞ്ഞോളൂ, ഞാൻ മൈൻഡ് ചെയ്യുക. ഇനി ആര് കരഞ്ഞാലും പ്രശ്നമില്ല, ആണോ അല്ലയോ? ആണോ? അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കില്ല, ഒരു കെട്ടും കൂടി കെട്ടും നമ്മുടെ ആൾക്കാർ. ഇനി മിണ്ടാൻ പറ്റുന്നതെങ്കിൽ തന്നെ പറയാൻ സമ്മതിക്കില്ല. ശരിയല്ലേ? നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ നോക്കിക്കൊള്ളുന്ന ഭയങ്കര രസമല്ലേ? കാലിന് കെട്ടുകെട്ടി അരങ്ങി പോകരുത്, കൈ ഇനി പൊക്കി പോകരുത്, കൈ എന്നുള്ളത് അവിടെ കിടക്കും മനുഷ്യാന്നുള്ളത്. പിന്നെ വായ ഒളിക്കരുതെന്ന്. അത് ഈ പൊളിറ്റീഷ്യന്മാരാണെങ്കിൽ മരിച്ച ചാവൂല്ലേ അവർക്ക് ചത്താലും 10 ദിവസം കിടക്കുന്നവരാ അവര്. അതുകൊണ്ടാണ് അവര് പൊളിറ്റീഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ 21 വട്ടം ആചാരപ്രകാരം വെടി കൊടുക്കുന്നത്. അതെന്തിനാ? ഇതിന്റെ ശബ്ദം കൊണ്ട് ഉള്ളതും കൂടി പോണം, അങ്ങനെയൊന്നും പോകില്ല എന്നുള്ളതാണ്.
അതായത് ആരും തമാശ പറഞ്ഞു, നമ്മുടെ ഈ സെക്രട്ടറിയിൽ ഒരു പാമ്പ് കയറി ഒരു MLA കടിച്ചു. പാമ്പ് എന്ന് പറഞ്ഞാൽ അണലി പാമ്പ്. അണലി കടിച്ചാൽ അപ്പം മരണം എന്നാണ്. അണലി ചത്തു, MLA മരിച്ചില്ല. എത്ര വിഷമാണെന്ന് അവർക്ക്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ ശരീരത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒന്ന്, ശ്വാസം ഉണ്ടാവില്ല, ഇമോഷൻസ് തിങ്കിങ് ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല. ആണോ അല്ലയോ? ആണോ അല്ലയോ? ശ്രദ്ധിക്കും നിങ്ങൾ. ഈ 3ഉം ശരീരമാണ് പ്രിസർവ് ചെയ്യുന്നെങ്കിൽ, നമ്മുടെ ശരീരത്തിന് അത് പ്രിസർവ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, മരിച്ചുപോയ ഒരു ശരീരത്തെ ഇൻക്യുബുലേറ്റർ എന്ന സാധനം ഉണ്ടല്ലോ, പ്രിമേച്വർ ഡെലിവറി വന്ന കുട്ടികളെ നമുക്ക് കൊണ്ടുപോയി ചൂടേൽപ്പിക്കാനോ ആണോ? ഒരു പക്ഷേ നമുക്ക് ബോഡി കൊണ്ടുപോയി ഇൻക്യുബുലേറ്ററിൽ ഇട്ടായിരുന്നാൽ ഈ ശരീരം ചൂട് അബ്സോർബ് ചെയ്യുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. പറ്റുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ശരീരമായിരുന്നു ഇത്രയും കാലം അതിനെ പ്രിസർവ് ചെയ്തത്. ശരീരമാണ് പ്രിസർവ് ചെയ്തെങ്കിൽ നമ്മൾ കൊടുത്താൽ അതിനെ പ്രിസർവ് ചെയ്യാൻ ആർക്ക് പറ്റണം? ശരീരത്തിന് പറ്റണം. ശരീരം ചെയ്യുമോ? നിങ്ങൾ പലരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, ശരീരം ചെയ്യുമോ? ഇല്ല. ഇതുപോലെ നമുക്ക് ബ്രീതിങ്, നമുക്കറിയാം, ശ്വാസം പോയി കഴിഞ്ഞാൽ വെന്റിലേറ്റർ ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? ലങ്സ് ഒന്നും പോയിട്ടില്ലേ? നമ്മൾ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാലും ശ്വാസം എടുക്കുമോ? വെന്റിലേറ്റർ ലങ്സ് എടുക്കുമോ? പറയൂ, എടുക്കില്ല. അപ്പൊ ബോഡി ആയിരുന്നു ഇത്രയും കാലം ശ്വാസത്തെ എടുത്തതും വിട്ടതും. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഒരു സുപ്പീരിയർ ഒരു അട്രാക്ഷൻ ബോഡിയിൽ ഉണ്ടാകുമോ? മനസ്സിലാക്കും. ഞാൻ നിങ്ങളോട് കുട്ടികളോട് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നെങ്കിലും തിങ്ക് പ്രോപ്പർലി. ഒരു സുപ്പീരിയർ, അതായത് ശരീരത്തിനൊക്കെ ഉപരി ഒരു അട്രാക്ഷൻ. ഇപ്പൊ നമ്മളൊക്കെ ഗ്രാവിറ്റിയിൽ ഇരിക്കുന്ന പോലെ ഈ ശരീരത്തിലേക്ക് വായു കയറണമെങ്കിൽ, ചൂടിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിലൊരു പറയൂ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടായേ പറ്റുള്ളൂ, സയന്റിഫിക്കലി ഉണ്ടായേ പറ്റുള്ളൂ. ഇനി 3ാമത്, തിങ്കിങ് ഉണ്ടാവില്ലല്ലോ. ഒരു പക്ഷേ മരിച്ചുപോയ ഒരാളുടെ ബ്രെയിനിൽ, ജീവനുള്ള ഒരാളുടെ ബ്രെയിൻ കട്ട് ചെയ്തിട്ട്, നമുക്കറിയാം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടല്ലോ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ലങ്സ് വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ലങ്സിനെ എടുത്ത് മരിച്ച ആളിലേക്ക് കൊടുക്കുന്ന സർജറി ഒക്കെ വന്നിട്ടുണ്ട്, ഉണ്ടോ? ഒരുപക്ഷെ ബ്രെയിൻ സർജറി ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഒരു ജീവനുള്ള ഒരാളുടെ ബ്രെയിൻ എടുത്തിട്ട് മരിച്ച ഒരാളുടെ ശരീരത്തിലേക്ക് ഇട്ടാൽ ചിന്തകൾ വരില്ല. അപ്പൊ ബ്രെയിൻ അല്ല ഇത്രയും കാലം ചിന്തിക്കുന്നത് എന്നർത്ഥം. ബ്രെയിൻ അല്ല ചിന്തിക്കുന്നത്. ബ്രെയിനും മൈൻഡും രണ്ടാണ്. അപ്പൊ ആരാണ് ഈ ചിന്തകളെ അവിടെ പിടിച്ചു നിർത്തിയത്? ആരാണ് ഈ ചൂടിനെ പിടിച്ചു നിർത്തുന്നത്? ആരാണ് വായുവിനെ പിടിച്ചു നിർത്തുന്നത്? ഇതിനെ അട്രാക്ട് ചെയ്ത് നിർത്താൻ ഒരു സുപ്പീരിയർ കോൺഷ്യസ്നെസ്. ഞാൻ എന്തുകൊണ്ടാണ് കോൺഷ്യസ്നെസ് ഉള്ള വാക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഈ ശരീരം കോൺഷ്യസ്നെസ് അല്ല. ഇത് കോൺഷ്യസ്നെസ് ആയിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കുന്നില്ല, കോൺഷ്യസ്നെസ് ആയിരുന്നെങ്കിൽ ശരീരം മരിച്ചു പോയി കഴിഞ്ഞാലും ശരീരത്തിന് എന്തുണ്ടാവണം? കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഇത് കോൺഷ്യസ്നെസ് ഉള്ളതാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ഇതിന് കോൺഷ്യസ്നെസ് ഉണ്ടാവും. നമ്മൾ പറയാ, ഇനി ഈ ശരീരത്തിന് എന്തില്ല? കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? മരിച്ചു കഴിഞ്ഞാൽ ഇനി കോൺഷ്യസ്. അപ്പൊ ശരീരത്തിൽ കോൺഷ്യസ്നെസ് ഇല്ല എങ്കിൽ ഇതിനെ 3നും നിലനിർത്തിയത് ആരല്ല? ശരീരമല്ല. അപ്പൊ നമ്മളൊരു കോൺഷ്യസ്നെസ് ആണ് ഇതിനെ നിലനിർത്തുന്നത്. കാരണം കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കോൺഷ്യസ് ആവാൻ സാധിക്കുന്നത്. മൈൻഡിന് പലതിനെ കുറിച്ചും കോൺഷ്യസ്. ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്നത് എനിക്ക് കോൺഷ്യസ് ആവാൻ സാധിക്കുന്നതിന് കാരണം മൈൻഡിന് കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ്. ആണോ അല്ലയോ? അപ്പൊ അതിനെ അട്രാക്ട് ചെയ്യാൻ ഒരു സുപ്പീരിയർ കോൺഷ്യസ്നെസ് ബോഡിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ഈശ്വരൻ എന്ന് വിളിച്ചത്. അതുകൊണ്ട് ഈശ്വരന്റെ ഡെഫിനേഷൻ കൊടുത്തത് പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ കോൺഷ്യസ്നെസ്. ജ്ഞാനം, ഞാൻ എന്നുള്ള വാക്കിന് ജ്ഞാനം, അറിവ്, കോൺഷ്യസ്നെസ് എന്നർത്ഥം. അതുകൊണ്ടാണ് നോക്കൂ, നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ശബരിമലയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് തത്വമസി എന്നാണ്. ആണോ അല്ലയോ? ആ തത്വമസി എന്നുള്ള വാക്കിന്റെ അർത്ഥം കഷ്ടകാലത്തിന് നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിയാതെ പോയി. അവര് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ തത്വമസി എന്ന് വായിച്ചാൽ എന്താ അർത്ഥം അറിയും? അപ്പം കൗണ്ടറിൽ കിട്ടുന്ന. കാരണം ഇനിയിപ്പോ പേടിക്കുന്നത് അത് രണ്ടുള്ളൂ, അപ്പവും അരവണയും. നമ്മൾ എത്ര പോളിഷായിട്ടാണ് അത് മേടിച്ചു കൊണ്ടുവരുന്നത് നോക്കൂ നിങ്ങൾ ആളുകൾ. കാരണം അമ്പലം തുറക്കുന്നതിന് മുമ്പ് മിനിസ്റ്റർ നാണമില്ലാതെ പറയുന്നു,
ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പവും അരവണയൊക്കെ തയ്യാറായിട്ടുണ്ട്. അത്ര അമ്പലം തന്നെ തോന്നിട്ടില്ല. അത് മേടിച്ചുകൊണ്ട് വരുന്നവരെ ഫൂൾസ് എന്നല്ലേ വിളിക്കേണ്ടത്. ഇതെന്താ ഒരു ഫാക്ടറി സിസ്റ്റം ആക്കി മാറ്റി നമ്മുടെ അമ്പലങ്ങളെ. അപ്പൊ അതുകൊണ്ട് തത്വമസി എന്ന് ഋഷീശ്വരന്മാര് പറയുന്നത് ചാന്തോക്യ ഉപനിഷത്തില് 6ാമത്തെ അധ്യായത്തില് 13ാമത്തെ ശ്ലോകമാണ് ഈ തത്വമസി എന്നുള്ളത്. ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഡിസ്കഷനാണ്. അച്ഛനാണ് പറയുന്നത്, ശ്വേതകേതോ തത്വമസി ജ്ഞാത്വ ത്വം ജ്ഞാത്വ, നീ അറിയൂ തത്വമസി, ഈശ്വരൻ എന്ന് പറയുന്നത് തത്വമസി. അപ്പൊ എന്താണ് തത്വമസി? മനസ്സിലാക്കണേ നിങ്ങള്. തത് ത്വം അസി, തത് ആ കോൺഷ്യസ്നസ്, ത്വം അസി നിന്നിലാകുന്നു, അല്ലെങ്കിൽ നീ അതിലാകുന്നു. നീ എന്ന് പറയുന്ന ഒരു മൈൻഡിനെയാണ്. കാരണം മനസ്സ് വരുമ്പോഴാണ് ഞാനും നിങ്ങളും ഞാൻ എന്ന് പറയുന്നത്. മനസ്സില്ലെങ്കിൽ ഞാനും നിങ്ങളും ഞാൻ എന്ന് പറയില്ല. ഉറക്കത്തിൽ മനസ്സില്ല, അതുകൊണ്ട് നമ്മൾ ആരും എന്ത് പറയില്ല. ആര് കടന്നുറങ്ങണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയോ? എന്തുകൊണ്ട് പറയില്ല? ഉറക്കത്തിൽ മനസ്സില്ല, ആണോ ഇല്ലയോ? അബ്സല്യൂട്ട്ലി മനസ്സ് ആബ്സെന്റ് ആണ്. അപ്പൊ മനസ്സ് വരുന്നതോടുകൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഞാൻ എന്ന് പറയുന്നത്. ആണോ അല്ലയോ? ഇന്ന ആള് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ മനസ്സ് വിട്ടുപോയി എന്നാണ് അർത്ഥം. ആണോ? അപ്പൊ ആ മനസ്സിനെ നിലനിർത്തുന്ന ഒരു സുപ്പീരിയർ കോൺഷ്യസ്നസ്, നീ അതിലാകുന്നു എന്ന് പറഞ്ഞാൽ നീ ഈശ്വരനിലാകുന്നു എന്നത് ശ്രദ്ധിക്കണേ നിങ്ങള്. ഈ മനസ്സെന്നതിന്റെ പിന്നിൽ ഒരു സുപ്പീരിയർ കോൺഷ്യസ്നസ് ഉണ്ടെന്നത് ഒരു ഫെയ്ത്ത് ആണോ, ബിലീഫ് ആണോ, ഒരു ട്രൂത്ത് ആണോ? ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലായില്ല പലർക്കും. നമ്മുടെ ശരീരം ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ തീ കാണുന്നുണ്ട്, വെളിച്ചം, ഞാൻ വിളക്ക് കൊടുത്തി, നിങ്ങൾ വെളിച്ചമേ കാണുന്നു. പക്ഷെ ആ വെളിച്ചത്തിന്റെ കൂടെ ചൂടുമുണ്ട്, ഹീറ്റുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾക്ക് പറയോ നിങ്ങൾ അവിടെ ചൂടില്ല എന്ന്? നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതുപോലെ നമ്മളിപ്പോ ഈ ഹാളിൽ ഇരിക്കും. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇരിക്കുന്നത് ഫ്ലോറിലാണെങ്കിലും നമ്മളെ ഇവിടെ ഇരുത്തുന്ന ശക്തി ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. ആ ഗ്രാവിറ്റിയെ നമുക്ക് ആർക്കും കണ്ണുകൊണ്ട് കാണാൻ സാധ്യത. ശരിയാണോ? അത് ആണോ ഇല്ലയോ? അപ്പൊ ഒരു ഗ്രാവിറ്റി അട്രാക്ഷനിലാണ് ഒരു എക്സിസ്റ്റൻസ് ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കൊരു മനസ്സുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് ഭ്രാന്തന്മാരാണോ നിങ്ങൾ ഇരിക്കുന്നത്? മനസ്സുണ്ട്, ശ്വാസമുണ്ട്, ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇതിനെ 3 അഗ്നിയുണ്ട്. ഇത് 3ഉം ശരീരത്തിൽ അട്രാക്ട് ചെയ്യാൻ. അത് ശരീരമല്ല ചെയ്യുന്നത് എന്നത് സത്യമാണോ? ശരീരമാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും അതൊക്കെ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം, ആണോ അല്ലേ? അപ്പോ ഇതിനെ അട്രാക്ട് ചെയ്യാൻ ഒരു സുപ്പീരിയർ കോൺഷ്യസ്നസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫെയ്ത്ത് ആണോ, ബിലീഫ് ആണോ, ട്രൂത്ത് ആണോ? അപ്പോ നമ്മൾ അതിനെ വിശ്വസിക്കണോ, നമ്മൾ അതിനെ ഉറപ്പിക്കണോ? അപ്പോ നമ്മൾ ഈശ്വരനെ വിശ്വസിക്കണമെന്നാണോ പറയേണ്ടത്, അതോ ഈശ്വരനിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണോ പറയേണ്ടത്? നമ്മുടെ ഋഷീശ്വരന്മാർ അതിന് വിശ്വാസം എന്നല്ല വാക്ക് ഉപയോഗിച്ച് ബോധം. എന്താണ് നിങ്ങൾ കേട്ട മലയാളത്തിൽ? ബോധം വരുത്തുവതിന് കേട്ടിട്ടുണ്ടോ? ബോധം വിശ്വാസം വരുത്തുന്നല്ല, ആണോ? നിങ്ങൾ നാരായണീയം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സാന്ദ്രാനന്ദാവ ബോധം എന്നാണ് വാക്ക്, ആണോ? ബോധം എന്നാണോ വാക്ക്? ഈ ബോധം ഉണ്ടാവണം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങള്? വിശ്വാസം എന്നുള്ള വാക്കാണോ ബോധം? ബോധം എന്ന് പറഞ്ഞാൽ അല്ല, ബോധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉറപ്പുണ്ടാവണം എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഋഷീശ്വരന്മാർ ഉപയോഗിച്ച വാക്ക് ബോധമാണ്. പക്ഷെ നമ്മൾ ഏതിലേക്ക് തരം താഴ്ന്നു? ഇനി എത്ര പേർക്ക് ഈശ്വര വിശ്വാസം ഉണ്ട് പറയും? അല്ല, എന്നിട്ടും ബോധം വരാത്തവർ വല്ലവരും ഉണ്ടോ? ആരുമില്ലല്ലോ. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, എനിക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. പക്ഷെ ഈശ്വരനുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിലനിൽക്കുന്നത് എന്നത് എനിക്ക് നല്ല, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൺവിക്ഷൻ നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ റിലീജിയനോട് ആദരവ് വരുമോ? വരുമല്ലയോ? കാരണം there is science. ഇതിനൊരു സയൻസ് ഉണ്ട്, പറയുന്നതിൽ സത്യമുണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഞാൻ ഈ പറയുന്നൊക്കെ ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയും, ദിവസവും കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കേണ്ട മന്ത്രങ്ങളാണ് ഇതൊക്കെ. അഹം വൈശ്വാനരോ ഭൂത്വാ, ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ 14-15 ശ്ലോകം. പ്ലീസ് എഴുതിയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കും നിങ്ങൾ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത
പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടം മത്തസ്മൃതി ജ്ഞാനമവോഹനം ച വേദൈസ സർവൈരഹമേവ വിദ്യം വേദാന്തകൃത്വേദവിദേവ ചാഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ല. ഭഗവാൻ പറയുന്നു, ഒരു ഇൻഫിനിറ്റ് കോൺഷ്യസ് ആയിരിക്കുന്ന ഞാൻ ഉള്ളത് കൊണ്ടാണ് ശ്വാസം, പ്രാണാപാനം, പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം, സ്മൃതി എന്ന് പറഞ്ഞാൽ ചിന്തകൾ, ആണോ അല്ലയോ? അതുപോലെ ചൂട്, ഇതെല്ലാം ശരീരത്തിൽ നിലനിൽക്കുന്നതിന് കാരണം ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ കോൺഷ്യസ്നസ് നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. അതിന് ഈശ്വരൻ എന്നറിഞ്ഞാലും എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ കുട്ടികൾക്ക്? വേണോ വേണ്ടയോ? ഇത് പറഞ്ഞു തരാൻ, ഇതിനുള്ള നമുക്ക് ഈ സത്യത്തിലേക്ക് നമ്മളെ ഉയർത്താൻ, അതിനാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത്. ധ്യാനം എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ കോൺഷ്യസ്നെസിന്റെ ലെവല്, ഡിഫറെന്റ് ലെവലുകൾ തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ. ഒരു മനുഷ്യനില് 7 ലെവലിലാണ് കോൺഷ്യസ്നസ് ഇരിക്കുന്നത്. ഏറ്റവും ലോവർ ലെവലിലുള്ള കോൺഷ്യസ്നെസ്സിനെ ഇമോഷണൽ മൈൻഡ് എന്ന് പറയും. അതിനും കുറച്ചുകൂടി മുകളിൽ ഇന്റലക്ച്വൽ മൈൻഡ് എന്ന് പറയും. അതിനും കുറച്ചുകൂടി മുകളിൽ നമ്മുടെ മെമ്മറി ഉണ്ടല്ലോ മനുഷ്യന്. അത് കഴിഞ്ഞാൽ ഈഗോ മൈൻഡ് ഉണ്ടോ ഇല്ലയോ? അത് കഴിഞ്ഞാൽ ഇന്റലിജൻസ് എന്നുള്ളത്, വിവേകം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് മൈൻഡ് എന്നുള്ളൊരു അവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് മൈൻഡ്. നിങ്ങൾ ബുദ്ധന്റെയും കൃഷ്ണന്റെയും ഒക്കെ ചിത്രം വയ്ക്കുമ്പോൾ കാണാം, പുറകിലൊരു പൂർണ്ണ പ്രഭാവലയം വെച്ചിട്ട് ഉണ്ടോ? അതാ മൈൻഡ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പ്യുവറായി, കംപ്ലീറ്റ്ലി അങ്ങോട്ട് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള മൈൻഡുകളെയാണ് നമ്മൾ ട്രാൻസ്ഫോംഡ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയൊക്കെ ഹ്യൂമൻ മൈൻഡിനുണ്ട്. അതായത് ഇനിയൊരു എവല്യൂഷൻ ഉണ്ടെങ്കിൽ അത് മൈൻഡിന്റെ ലെവലിലാണ്. ഇത് കണ്ടെത്തിയവരാണ് ഭാരതീയ ഋഷീശ്വരന്മാർ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ മൈൻഡ്, ഇന്റലക്ച്വൽ മൈൻഡ്, ഈഗോ മൈൻഡ്, ഈ പറയുന്ന മെമ്മറി മൈൻഡ്, ഇന്റലിജൻസ് മൈൻഡ് ആൻഡ് ബാലൻസ്ഡ് മൈൻഡ്. അത് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ മൈൻഡ്. ഇത്രയും എവല്യൂഷൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഇതൊരു വലിയ സയന്റിഫിക് റിലീജിയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്നതൊക്കെ നമുക്ക് പ്രായോഗികമായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ട്രെയിനിങ് കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ടോ? വേണ്ടയോ? അല്ലാതെ നമ്മൾ ഭൗതികമായി മാത്രം പുരോഗതി പ്രാപിച്ചതുകൊണ്ട് മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ അതേ മൈൻഡ് ഡിസ്ട്രക്റ്റീവായി തീരും എന്നതിന്റെ തെളിവാണ് ഹൈദരാബാദിലെ ബോംബ് സ്ഫോടനവും ഇസ്ലാമിക് കൺട്രിയിൽ കാണുന്ന എന്നും കൊലപാതകങ്ങൾ. എത്ര ആളുകളാണ് മരിക്കുന്നത് നോക്കൂ. ഇന്നസെന്റ് കുട്ടികൾ എത്ര പേര് മരിക്കുന്നു. അതുപോലെ ക്രിസ്ത്യൻ വേൾഡിൽ കാണുന്ന, യൂറോപ്യൻ അമേരിക്കൻ കൺട്രിയിൽ കാണുന്ന ഒരു വശത്തെ ഡെവലപ്മെന്റ് ഉണ്ട്, വേറെ വശത്തെ ഫാമിലി ലൈഫ് ഇല്ല. കംപ്ലീറ്റ്ലി ഒരു ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഡിജക്റ്റഡ് ആൻഡ് ഒരു എന്താ പറയാ ഡിപ്രസ്ഡ് ജീവിതം. എന്താ അവർ നേടിയിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷനുള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രി, മറ്റുള്ള രാജ്യങ്ങൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പൊ മെന്റലി അവർ എത്ര ഇവോൾവ് ചെയ്തു എന്നുള്ളത് അത് തന്നെ കാണാലോ. നമ്മുടെ രാജ്യത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും വരുന്ന നല്ലൊരു ശതമാനം സൈക്കാട്രി ഡോക്ടർമാരും അവിടെയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ വേണമെങ്കിൽ പ്രൂഫ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങൾ തിരുവനന്തപുരത്തുകാരുണ്ടാവില്ലേ, തൃശ്ശൂരുകാരുണ്ടാവില്ലേ, കാലിക്കറ്റുകാരുണ്ടാവില്ലേ? ഉണ്ടോ? ഞാൻ കാലിക്കറ്റിലാണ്. എനിക്കറിയാം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരുവിധം ഡോക്ടേഴ്സ് എനിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞാൻ അവിടെ കാലിക്കറ്റിൽ പഠിക്കുന്ന സമയത്ത്, കാരണം എൻ്റെ കുറെ കസിൻസ് ഡോക്ടേഴ്സാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെയധികം അവർ പലരുമായിട്ട് പരിചയമുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ ഡോക്ടർ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലാണ്. കാരണം ആരും പോവില്ലേ അങ്ങോട്ട്, ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഡിപ്പാർട്ട്മെന്റാണ് ഗൈനക്കോളജി, അതുപോലുള്ള തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ. ഗൈനക്കോളജിയിൽ ആളുകൾ ഉണ്ടാവും, ഹാർട്ടിൽ ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള ഈ ഫിസിയോളജിക്കൽ ലെവലിലൊക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ 1-2 മാക്സിമം. മനസ്സിലാവും, ഞാൻ നുണ പറയില്ല. ഈവൻ നിങ്ങൾ മെഡിക്കൽ കോളേജ്, നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ പോയി നോക്കൂ, സൈക്കാട്രി ഡോക്ടർമാർ വളരെ കുറവല്ലേ? പോപ്പുലേഷൻ കൊണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ. ലോകത്തിൽ ചൈനയും നമ്മളുമാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ സൈക്കാട്രി ഡോക്ടർമാർ ഏറ്റവും കുറവാണ്. ആണോ? ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങളുടെയൊക്കെ ലോക്കൽ ഏരിയയിൽ എടുത്തു നോക്കും, മറ്റുള്ള മെഡിക്കൽ ഡോക്ടർമാരൊക്കെ ഉണ്ട്. പക്ഷെ സൈക്കാട്രി, നമ്മൾ കേരളത്തിൽ 2 വാക്കുകൾ പറയും. വട്ടുപിടിച്ചാൽ ഒന്നുകിൽ കുതിരവട്ടം കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആകെ 2 സ്ഥലമേ ഉള്ളൂ. ആണോ? ഇവിടെ എവിടെയും കൊണ്ടുപോകണ്ട.
ഈ രാജ്യങ്ങളിലൊക്കെ അതാണ് ഉള്ളത് കൂടുതലുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ കൂടെ ഒരു മെന്റൽ ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസ്പെരിറ്റി കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഗീതയില് കൃഷ്ണൻ അവസാനം പറയുന്ന ശ്ലോകം ഉണ്ടല്ലോ, ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം നമുക്ക് ഗീതയില്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർധര അത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. എത്ര യോഗേശ്വര കൃഷ്ണ, യോഗ ഈശ്വര കൃഷ്ണ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോംഡ് മൈൻഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് മൈൻഡ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് മൈൻഡാണ്. അതായത് ഫുൾ കോൺഷ്യസ്നെസ്സിലേക്ക് ഉയർന്ന ആളാണ് ആര്? കൃഷ്ണൻ. ആ ഒരു ഫുൾ കോൺഷ്യസ്നെസ്സിലേക്കുള്ള കൃഷ്ണനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫോമിങ് മൈൻഡും പ്ലസ് ധനുർധരോ പാർത്ഥൻ അമ്പും വില്ല് എന്തിയതുകൊണ്ടാണ് ധനുർധരൻ. ധനുർധരൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ആയുധപ്പെടുത്തവർ. ഇന്നൊരു പക്ഷേ നമുക്ക് ധനുർധരൻ എന്നുള്ളതിന് പറയാൻ ലാപ്ടോപ്പ് എന്ന് വെക്കാം. കാരണം ഇന്നത്തെ ധനുസ് ലാപ്ടോപ്പാണ്. ഈ കയ്യിൽ വെച്ചിരിക്കുന്ന അതായത് മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും മെന്റൽ ട്രാൻസ്ഫോർമേഷനും എവിടെ സിങ്ക്രണൈസ് ചെയ്യുന്നു, തത്ര അവിടെ ശരിയായ പ്രോസ്പെരിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഹാർമണിയോടുകൂടിയ പ്രോസ്പെരിറ്റി ഉണ്ട്. അവിടെ വിജയമുണ്ട്, യഥാർത്ഥ സക്സസ് ഉണ്ട്, അവിടെ പീസ്ഫുൾ ലൈഫ് ഉണ്ട്. ലോകാസമസ്ത ഇതിന് അർത്ഥമുണ്ട്. എല്ലാവർക്കും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്, ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്, ആകെ ഫ്രസ്ട്രേറ്റഡ് മൈൻഡാണ് ലോകത്തിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. ശരിയാണോ അല്ലയോ? അപ്പൊ മൈൻഡ് കൂടെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കേണ്ട ഒരു ജോലി നമുക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ആ ഒരു കല നമുക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത നൂറ്റാണ്ട് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ അതിന്റെ വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾ വെറും ഒരു റിച്വലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്ട് സത്യം ഞാൻ പറയാം അവർക്കുണ്ടാവില്ല. കുറെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ബേർഡനായിട്ട് മാറും. വൈ ഷുഡ് ബി ലുക്ക് ദം? അവർ ഞങ്ങൾക്ക് വേണ്ടതൊന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ ഞാനിപ്പോൾ നിങ്ങളോട് ഗീതയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ അച്ഛനമ്മമാരൊന്നും ഞങ്ങൾക്കത് പറഞ്ഞു തന്നില്ല. നിങ്ങൾ ബ്ലെയിം ചെയ്യൂ ഇത്തിരിയെങ്കിലും അവരെ? ഉണ്ടാവില്ലയോ? ഇതേ കാര്യം നാളെ നിങ്ങളുടെ കുട്ടികളും നിങ്ങളെ ബ്ലെയിം ചെയ്യൂ? പറയൂ. നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി ബ്ലെയിം ചെയ്യും. കാരണം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റിയ കാരണം അന്ന് പോവർട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്നു മുമ്പ്. അപ്പൊ അവർക്ക് കൃഷി നോക്കണം. പിന്നെ അമ്മമാർക്കാണെങ്കിൽ പ്രസവിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ വർഷവും ഓരോ കുട്ടിയും ഉണ്ടാവും, അതിനെ നോക്കണം. പിന്നെ എപ്പോഴും വിരുന്നുകാരും അതും ഇതൊക്കെ ആയിട്ട് വീട്ടിലെപ്പോഴും തിക്കും തിരക്കും ബഹളം. എന്നാലും അവർ കുറെയൊക്കെ ആത്മീയത കൊണ്ടു നടന്നു എന്നുള്ളത് വലിയൊരു കാര്യം ആണോ അല്ലയോ? എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആകെ പ്രസവിക്കേണ്ട 2 എണ്ണത്തിനേ ഉള്ളൂ. പ്രസവ ജോലി വലിയ കാര്യത്തിലില്ല. പിന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇന്ന് നമുക്ക് സമയമില്ല. ഇന്ന് നിങ്ങൾ പണ്ടത്തേക്കാൾ റിച്ചാണ്. പണ്ടത്തെ പോലെ ശാരീരികമായ അധ്വാനം വളരെ കൂടുതലൊന്നും ആവശ്യമില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പൊ കുറച്ച് സമയത്തിനൊക്കെ വേണ്ടി ചെലവഴിച്ചുകൂടെ? വേണോ വേണ്ടയോ? നിങ്ങൾ എന്നിട്ടും നിങ്ങൾ വഴി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ? അപ്പോഴാണ് ഇത്തരത്തിലുള്ള അസോസിയേഷന്റെ ഒക്കെ ആവശ്യകത. നിങ്ങൾ ഇത് യൂസ് ചെയ്യണം, പ്രോപ്പർലി നിങ്ങൾ എടുക്കണം. വെറും ഒരു ഭജനയിൽ ഒതുങ്ങരുത്. ഭജന ഒരു ചെറിയ ഭാഗമാവും. കുറച്ചുകൂടി കാര്യങ്ങൾ സയന്റിഫിക്കലി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശാസ്ത്രം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കൃഷ്ണൻ എപ്പോഴും പറയും, ശാസ്ത്രം പ്രമാണത്തെ കെടുക്കൂ. അവരുടെ കയ്യിൽ ഗീത കൊടുക്കും. നിങ്ങൾ അവർ പറയട്ടെ, അതോറിറ്റിക്ക് എല്ലാ കാര്യത്തിനും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവട്ടെ, അവർക്ക് ലോജിക് ഉണ്ടാവട്ടെ, സയന്റിഫിക് റീസണിങ് ഉണ്ടാവട്ടെ. എങ്കിൽ നിങ്ങൾ വലിയൊരു കാര്യമായിരിക്കും അവർ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഗണപതിയുടെ കാര്യം പറഞ്ഞു. നിങ്ങളൊക്കെ ചിന്തിക്കണം, ഈ ഗണപതി എന്ന് പറയുന്നത് 5 പ്രിൻസിപ്പിളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ലീഡർഷിപ്പ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഉത്സവത്തിനൊക്കെ ആരെ വെക്കും? ലീഡർഷിപ്പിൽ. അപ്പൊ നമ്മളൊക്കെ ലീഡേഴ്സ് ആവേണ്ടവരാണ്, ആരും പുറകിൽ നടക്കേണ്ടവരല്ല. ഡോണ്ട് ഫോളോ ബ്ലൈൻഡ്ലി എനിവൺ. അതാണ് മറ്റുള്ള റിലീജിയൻ ഒക്കെ പറ്റിയത്. നമ്മുടെ ഋഷീശ്വരന്മാരെ ലീഡേഴ്സ് ആവുമെന്ന് പറയുന്നതിന് കാര്യം, നിങ്ങൾക്കൊക്കെ ഒരു യുണീക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കണ്ടെത്താനുള്ള ഒരു കഴിവുമുണ്ട്. അതാണ് നമ്മുടെ ഭാരതത്തിൽ അനവധി ആചാര്യന്മാർ ആണോ? ഒരു ആചാര്യന്റെ രീതിയല്ല വേറൊരു ആചാര്യൻ. എന്നാൽ എല്ലാവരും സമന്വയിപ്പിക്കുന്ന സത്യം നമ്മൾ പറയുന്നത്, യു ഡിസ്കവർ സംതിങ് ന്യൂ ആൻഡ് ഗോ ഇൻ ഇറ്റ്. ഒരേ വഴിയിലൂടെ എല്ലാവരും പോകേണ്ടതില്ല. കാരണം യൂണിവേഴ്സ് എന്നത് എക്സ്പാൻഡഡ് ആണ്. അപ്പൊ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരേ സത്യത്തിലേക്ക് എത്താൻ നമ്മുടെ ഋഷീശ്വരന്മാർ പറയും, സർവദേവ നമസ്കാരം
വാസുദേവം പ്രതി ഗച്ഛതി. നമ്മൾ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുളത്തിന്റെ 4 ഭാഗത്തുള്ള പടവുകൾ പോലെയാണ് ഭാരതീയ സംസ്കാരം. കുളിക്കുന്നത് ഒരു വെള്ളത്തിലാണെങ്കിലും അങ്ങോട്ട് കടന്നു വരാനുള്ള പടവുകൾ പല വിധങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ഋഷിമാര് പറഞ്ഞിട്ടില്ല ഒരു പടവിൽ തന്നെ വരണം, നിങ്ങൾ മറ്റൊരു പടവ് കണ്ടെത്തൂ. പക്ഷെ നിങ്ങൾ ആ പടവ് കണ്ടെത്തി നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മുന്നേ പോയവർ കുളിച്ചതും എല്ലാവരും കുളിക്കുന്നത് ഏകം സത്വിപ്രാ ബഹുദാ വദന്തി. നമ്മുടെ ഏകം സത്യം എന്നാണ്. ബഹുദ എന്ന് പറഞ്ഞാൽ പല വഴികളിലൂടെ പോകണം. അപ്പൊ ആ പല വഴികൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, അഷ്ടാംഗയോഗം. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടായില്ലേ? ഇല്ലേ? അപ്പൊ ഇങ്ങനെ പല വഴികളിലൂടെ നമുക്ക് ഒരു സത്യത്തിലേക്ക് കടക്കാൻ പറ്റും. രാമകൃഷ്ണ പരമഹംസനാണ് വളരെ ലളിതമായി പറയാം, സൈക്കിളിലും പോവാം, കാറിലും പോവാം, ബസ്സിലും പോവാം, ട്രെയിനിലും പോവാം, പ്ലെയിനിലും പോവാം, പക്ഷെ ലക്ഷ്യം ഒന്നായിരിക്കണം. അപ്പൊ മറ്റു മതങ്ങളുടെ റിജിഡിറ്റി നമുക്കില്ല. അതുകൊണ്ടാണ് മറ്റു മതങ്ങളെയൊക്കെ ഒരു റിജിഡായിട്ട് കാണുന്നത്. അവർ പറയുന്നത് നിങ്ങൾ കേട്ട നാട്ടിലൊക്കെയാണെന്ന് പറയാ, ഇസ്ലാം ഈസ് ദ ഓൺലി വേ ടു സാൽവേഷൻ, ഇല്ലേ? ജീസസ് ഈസ് ദ ഓൺലി വേ ടു സ്വർഗം അല്ലെങ്കിൽ ഹെവൻ, ആണോ അല്ലയോ? ഈ തരത്തിലുള്ള ഫൂളിഷ്നെസ് ഒന്നും നമ്മുടെ ഋഷീശ്വരന്മാര് പറയില്ല. കാരണം ഋഷീശ്വരന്മാർ പറയും യു ഡിസ്കവർ. കൃഷ്ണൻ തന്നെ എന്താ പറയുന്നത്? ഗീതയൊക്കെ എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാം. കൃഷ്ണൻ പറയും ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ മീ. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ ഒരു വാക്കുണ്ട് ഗീതയിൽ. അതാണ് കൃഷ്ണനെയൊക്കെ അത്ര റെസ്പെക്ട്ഫുൾ ആക്കി വെച്ചത്. കൃഷ്ണനൊക്കെ ഇനി ഒരു വലിയ ഐക്കണാണ്, ലോകത്തിന്റെ മുന്നിൽ ഒരു ഐക്കണാണ്. കാരണം കൃഷ്ണനൊക്കെ അത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആളാണ്. 5000 വർഷം മുമ്പ് പറഞ്ഞതാണ്, വിമർശയേ അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. യു കംപ്ലീറ്റ്ലി, അർജുനോട് പറയാ, fully you question my thoughts. If it is not scientific and logical and reasoning, Arjuna, don't take it. If you understand properly, if you understand scientifically, then understand yada ichchasi tada kuru. Discover your own way and reach there. Don't blindly follow me. എന്ന് പറയാൻ, പോസിറ്റീവായി പറയാൻ കഴിഞ്ഞ ആളാണ് ആര്? കൃഷ്ണൻ. അതാണോ ശരി? അതാണോ ശരി? അത്ര ഒരു ഓപ്പൺ മൈൻഡ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം ഇത്ര മഹത്തായി ഇന്നും നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? വേണോ വേണ്ടേ? അപ്പൊ അങ്ങനെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയുടെ ഭാഗമായി ആന. രണ്ടാമത്തത് അങ്കുശം, ആയുധം. ഇത് നമ്മള് 2 ശത്രുക്കളെ നശിപ്പിക്കണം. ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ലഥാർജി. രണ്ടാമത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്, ബാഡ് തോട്ട്സ്. ഇതിനെ എപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യണം. ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള വഴിയാണ് നേരത്തെ പറഞ്ഞ നാമസങ്കീർത്തനം. നിങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ഈ നാമം ചൊല്ലുന്നത്. മനുഷ്യന്റെ മനസ്സിന് ഒരു സ്വഭാവമുള്ളത്, നമ്മുടെ മനസ്സൊരു സ്പോഞ്ച് പോലെയാണ്. ആവശ്യമില്ലാത്തതിനൊക്കെ അത് അബ്സോർവ് ചെയ്യും. ഈ അബ്സോർവ് ചെയ്യുന്ന കാര്യമാണ് കുറെ കഴിഞ്ഞാൽ മനസ്സിൽ അങ്ങനെ കെട്ടിക്കിടന്നത്. നമ്മൾ വിചാരിക്കും വീട്ടിൽ മാത്രമേ ഡസ്റ്റ്ബിൻ ഉള്ളൂ. അതിന് വലിയൊരു ഡസ്റ്റ്ബിനാണ് ഇവിടെ കിടക്കുന്നത്, മൈൻഡിൽ കിടക്കുന്നത്. ഈ ഡസ്റ്റ്ബിനിൽ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് ദിവസം കൊടുത്ത് ക്ലീൻ ചെയ്യാം, പക്ഷെ ഈ ഡസ്റ്റ്ബിനിൽ അവിടെ കിടക്കുന്നത്. പിന്നെ പ്രായമാകും തോറും നിങ്ങളുടെ ഉറക്കം കുറഞ്ഞു വരും. കാരണം വേണ്ടാത്ത ചിന്തകളൊക്കെ അക്യുമുലേറ്റ് ചെയ്ത ചിന്തകൾ, അടിഞ്ഞുകൂടിയിരിക്കുന്ന ചിന്തകൾ. ഒരു ഡസ്റ്റ്ബിൻ എപ്രകാരമാണ് സ്റ്റിങ്കിങ് വരുന്നത്, ഇതേപോലെ നമ്മുടെ മനസ്സിന്റെ സ്റ്റിങ്കിങ് ആണ് അൺവാണ്ടഡ് തോട്ട്സ്. അത് നമ്മുടെ ഉറക്കം തരികയാണ്. അതുകൊണ്ടാണ് പ്രായമുള്ളവർക്ക് മുഴുവൻ ഇൻസോമാനിയ. നോക്കൂ നിങ്ങൾ, 100% ഉറക്കമില്ലാത്ത രോഗം. അതിന് പിന്നെ ഫർദറായിട്ടുള്ള മറ്റുള്ള രോഗങ്ങൾ. മെഡിക്കൽ സയൻസ് പറയുന്നത് ഉറക്കം കുറയുന്തോറും മറ്റുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത കൂടി വരുന്നു. അപ്പൊ ഈ വേണ്ടാത്ത ചിന്തകളെ എങ്ങനെ എടുത്ത് കളയാം? അതിന് ഋഷീശ്വരന്മാരെ കണ്ടെത്തിയ വഴി എന്ന് വെച്ചാൽ, ഒന്നിനെ കളയണമെങ്കിൽ വേറൊന്നിനെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്താൽ ഇത് പുട്ടുകുത്തുന്ന പോലെയാണ്. അതിലുള്ള കുറ്റിയുള്ള സാധനം ഒന്ന് കളയണമെങ്കിൽ ഒരു കമ്പെടുത്തിട്ട് നമ്മളൊന്ന് ഒരു കുത്തണം. അപ്പൊ ഇതിന്റെ കുത്തിന്റെ ശക്തിയിലാണ് മറ്റത് അങ്ങോട്ട് പുറത്തു വരുന്നത്. നമുക്കറിയാം, നിങ്ങൾ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കണം, അത് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത സ്റ്റെപ്പായി മാറി യൂറിനായി ആണോ, അതുപോലെ സ്റ്റൂളായി അവിടെ കിടക്കണം. ഇതൊക്കെ വയറിൽ കടന്നിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നില്ലായിരിക്കുക, നമ്മളെ ബസ്സിൽ പിടിച്ചിരിക്കുക, ഞാൻ ഇങ്ങോട്ട് പോയില്ല, വീണ്ടും കഴിച്ചുകൊണ്ടേയിരുന്നാലോ? പിന്നെ നിങ്ങൾ ഓടിയേ പറ്റുള്ളൂ. ഒരു സിറ്റുവേഷൻ വരുമ്പോ, നിങ്ങൾക്ക് മുകളിൽ പ്രഷർ വരുമ്പോ താഴെ എല്ലാ ഡോറുകളും തുറന്നേ പറ്റുള്ളൂ.
ആണോ അല്ലയോ? നമ്മുടെ ഈ വേസ്റ്റ് പുറത്ത് പോയേ പറ്റുള്ളൂ. ഇതേപോലെയാണ് നാമസങ്കീർത്തനം. നല്ല ചിന്തകൾ അകത്തേക്ക് വരും തോറും കെട്ടിക്കിടക്കുന്ന ഫിൽത്തായി കിടക്കുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ മനസ്സിനെ ക്ലീനിങ് ചെയ്യാനുള്ള എളുപ്പമാർഗമാണ് ഈ നാമസങ്കീർത്തനം, നാമഭജനകൾ. അതുകൊണ്ടാണ് ഞാൻ പ്രെയർ എന്ന് പറയാത്തത്. ഇറ്റ് ഇസ് നോട്ട് എ പ്രെയർ. വി ആർ നോട്ട് പ്രേയിങ്, വി ആർ ക്ലീനിങ് ഇൻസൈഡ്. ഇത് ഇസ് എ സയന്റിഫിക് തിങ്. കാരണം ചിന്തകളെ മാറ്റാൻ ചിന്തകളെ കൊണ്ടേ പറ്റുള്ളൂ. നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ പോസിറ്റീവ് ചിന്തകളെ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിവൈൻ തോട്ട്സ് നമ്മൾ ഉള്ളിൽ കൊടുക്കും തോറും ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അൺവാണ്ടഡ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ശരീരത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടാൽ വേറെ കെമിക്കൽ വേണം. നമ്മൾ ഉപയോഗിക്കാറുണ്ട്, സ്റ്റെയിൻ റിമൂവേഴ്സ് ഉപയോഗിക്കാറുണ്ട്, സോപ്പ് പൗഡർ ഉപയോഗിക്കാറുണ്ട്, ഉണ്ടോ? ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വസ്ത്രം ക്ലീൻ ചെയ്യുന്നതിന് കാരണം നിങ്ങളുടെ വസ്ത്രത്തിൽ വേണ്ടാത്ത അഴുക്കും വേർപ്പും ഉള്ളത് കൊണ്ടാണ്. ആണോ അല്ലയോ? അപ്പൊ ഒരു അഴുക്കിനെ മാറ്റാൻ വേറൊരു കെമിക്കൽ കൊടുക്കുക. ഒന്ന് നെഗറ്റീവാണ്, മറ്റൊന്ന് പോസിറ്റീവാണ്. ആണോ അല്ലയോ? ഈ ശരീരത്തിലുള്ള എല്ലാ ഫംഗസുകളും ബാക്ടീരിയകളും നശിപ്പിക്കാൻ. ഇതേപോലെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളാകുന്ന അഴുക്കിനെ കളയാൻ മനസ്സിലേക്ക് കൊടുക്കേണ്ട ഒന്നാണ് ഇത് നാമസങ്കീർത്തനം. അതുകൊണ്ട് നാമം ചൊല്ലുമ്പോണ്ടല്ലോ നാവ് കൊണ്ട് മാത്രം ചൊല്ലിയാൽ പോരാ. പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ മനസ്സിലെത്തി ജപിക്കൂ എന്നുള്ളത്, ഉണ്ടോ? ആ മനസ്സിനെ നമ്മൾ അതിൽ കൊണ്ടുവരണം. ഈ രീതിയിലൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ഇൻവോൾവ് ചെയ്യുന്ന ആളെ ഉണ്ടോ ഇല്ലയോ? ഇതിനും വലിയൊരു നോക്കൂ, ഇതൊരു മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന പോലെയാണ്. ശരീരത്തിന് നമുക്ക് ആരോഗ്യം വേണമെന്ന് പറയുന്ന പോലെ എല്ലാവരും പറയാറുണ്ടല്ലോ ബോഡിയുടെ ഹെൽത്ത് എന്നപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ കലോറി നോക്കിയിട്ടും വൈറ്റമിൻ നോക്കിയിട്ടും മിനറൽസ് നോക്കിയിട്ടും പ്രോട്ടീൻ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഏത് സാധനം എടുത്താൽ നോക്കും എത്ര വൈറ്റമിൻ എത്ര നോക്കും. ഇന്ന് കുട്ടികൾ പോലും അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആണോ? കാരണം ശരീരത്തിന്റെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ആണോ അല്ലയോ? നിങ്ങൾ വളരെയധികം അതിനെ കുറിച്ച് കെയർഫുൾ ആണ്. പക്ഷെ വൈ വി ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദ മൈൻഡ്? അതിനും ഒരു ഹെൽത്ത് ഉണ്ടല്ലോ. ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളില്ലാത്ത മനസ്സാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നെങ്കിൽ മൈൻഡ് ഹെൽത്തി അല്ല. അപ്പൊ ആ മൈൻഡിനെ എങ്ങനെ ഹെൽത്തി ആക്കുക? അതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് വേണ്ടത്. നിങ്ങൾ മെഡിസിൻ കഴിക്കുന്ന പോലെ, ഫുഡ് കഴിക്കുന്ന പോലെ, ശരീരത്തിന് നമ്മൾ ഇമ്മ്യൂൺ വേണ്ടതുപോലെ മനസ്സിന് ഇമ്മ്യൂൺ ഉണ്ടാവണമെങ്കിൽ നാമസങ്കീർത്തനമാകുന്ന മെഡിസിൻ കഴിക്കണം. അതുകൊണ്ട് അതിനെ പറയുന്നത് ഔഷധം എന്നാണ്. നാമം ഒരു ഔഷധമാണ്. ഞാൻ പറയുന്നതൊക്കെ ഉണ്ടല്ലോ, ഋഷിമാർ ഉപയോഗിച്ച വാക്കാണ്. ദുഃഖൌഷധം, ഭവൌഷധം. ഭാഗവതത്തിൽ വരുന്ന 3 വാക്കുകളാണ്. ദുഃഖൌഷധം. പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി പറയുന്നത്, ഞാൻ എന്തിനാ നാമം ചൊല്ലുന്നത്? ദുഃഖൌഷധം തദപി ദുഃഖമദദ്യാഹം ഭൂമൻ പ്രമാമി വദമേ തവ ദാസ്യയോഗം. ഒരു വശത്ത് പറയും, വേറെ വശത്ത് പറയും ഭവൌഷധം ശ്രോത്രമനോഭിരാമൽ. ഇത് ഭവൌഷധമാണ്. മനസ്സിന്റെ സന്തോഷവും മനസ്സിന്റെ ആരോഗ്യവും കൂട്ടാനുള്ള ഒരു ഇതാണ്. വേറെ സ്ഥലത്ത് പറയും ഇതൊരു ഔഷധമാണ്. ഏത് ഔഷധം? ശരീരേ ഭൂതേ വ്യാധിഗ്രസ്തേ കളേവരേ ഔഷധം ചാന്നവീതോയം വൈദ്യോ നാരായണോ ഹരി അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജൽ നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമ്യഹം. ഇതൊരു അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറയുന്നത് ആ നാമം, ഞാൻ ആ നാമത്തെ കുറിച്ചല്ല പറയുന്നത്. ഏത് നാമമായാലും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്നുള്ള ഒരു നാമം ഒന്ന് പറയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ പറയുന്നത്? അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണഭേഷജാൽ നശ്യന്തി സകലാരോഗ. മനസ്സിന്റെ രോഗങ്ങളൊക്കെ നശ്യന്തി. അപ്പൊ ഇതൊരു മെഡിസിൻ പോലെ, ഒരു ടോണിക് പോലെ കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് നാമം എന്നുള്ളത് ഒരു ടോണിക്കാണ്. മെന്റൽ ഹെൽത്തിനുള്ള ടോണിക്കാണ് ഇത് നാമം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ നാമം ചൊല്ലാൻ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത്. ഇന്ന് നമ്മുടെ നാമസങ്കീർത്തനം ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റി? ഈ മനസ്സ് അക്യുമുലേറ്റ് ചെയ്ത് അതൊക്കെ പ്രായമാകും തോറും ഡിസ്റ്റേബ് ചെയ്ത് സാധനം ഉറക്കമില്ല. പണമുണ്ട്, നല്ല വീടുണ്ട്, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. ടാബ്ലറ്റ് കഴിച്ച് ആരോഗ്യം നശിപ്പിച്ചു. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ സമ്പാദിക്കുന്നത് ഞാൻ ചോദിക്കുന്നു. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? പണം സമ്പാദിക്കണം, എൻജോയ് ചെയ്യണം. ആണോ? എൻജോയ് ചെയ്യണമെങ്കിൽ ഹെൽത്തി മൈൻഡ് വേണം. ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡ് കൊണ്ട് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഒരു ഹെൽത്തി മൈൻഡ് വേണ്ടേ? അതിന് കുറച്ചു നേരം ഇരുന്ന് എന്ത് വേണം? ധ്യാനം ചെയ്യണം, നാമസങ്കീർത്തനം. അപ്പൊ ഈ നാമം ചൊല്ലലും
അതുപോലെ ധ്യാനം പരിശീലിക്കണം. ധ്യാനം ചെയ്യുന്നതോറും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു കൂട്ടായൊരു പരിശ്രമം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ധ്യാനത്തെ കുറിച്ച് ഞാൻ നാളെ പറയാം. കാരണം ഒരു മിനിമം ഒരു 45 മിനിറ്റ്സ് അത് വേണം. അപ്പൊ നാളെ ഞാൻ പ്രാക്ടിക്കലി നിങ്ങൾക്കത് കാണിച്ചു തരാം. നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം ഹൗ ടു മെഡിറ്റേറ്റ്. അപ്പൊ നാളത്തെ പ്രോഗ്രാം എവിടെയാണ്? ഇവിടെ തന്നെയാണോ? എവിടെയാ സ്ഥലം? വെസ്റ്റേൺ ഡേ. അവിടെയാണ്. എല്ലാവരും വരൂ, കേൾക്കൂ, പഠിക്കൂ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് പൂർണ്ണമായ കൺവിക്ഷൻ ഈ കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എന്നെ സംസാരിക്കുന്നോടെ എന്താ പറയുക, ഒരു സ്പിരിച്വൽ, എൻ്റെ അച്ഛൻ അമ്മയൊക്കെ, അച്ഛൻ എന്നെ വളരെ സ്പിരിച്വലി ഞങ്ങളെ കുട്ടിക്കാലത്തെ ഭാഗവതമൊക്കെ പഠിപ്പിച്ചെങ്കിലും എനിക്ക് അത്ര ഒരു ഇൻക്ലിനേഷൻ വന്നത് ഇതിൻ്റെ എന്താ പറയുക, ഒരു സയന്റിഫിക് ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റിയോണ്ടാണ്. അത്ര ഒരു ബോധ്യമുള്ളതാണ്. ഇനിയുള്ള എന്താ പറയുക, ലോകം എന്ന് പറയുന്നത് കോൺഷ്യസ് എവല്യൂഷന്റെ ലോകമായിരിക്കും. കാരണം ഇനി മെറ്റീരിയൽ എവല്യൂഷൻ ഇല്ല, കഴിഞ്ഞു. ഇതിനൊക്കെ അപ്പുറം എന്താ തരാനുള്ളത്? ഇനി മെന്റലി ഇവോൾവ് ചെയ്യും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ എവല്യൂഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ഡിസ്ട്രക്ഷൻ പല ഭാഗത്തും. ഒരു ഭാഗത്ത് യുദ്ധമില്ലെങ്കിലും മെന്റൽ യുദ്ധത്തിലാണ് വെസ്റ്റേൺ കൺട്രി ആണോ? അറേബ്യൻ കൺട്രികളിലാണെങ്കിൽ അവർക്ക് പണം കുമിഞ്ഞുകൂടിയത് കൊണ്ട് വളരെ ഡിസ്ട്രക്റ്റീവായി ആണോ? തീവ്രവാദം അത്ര ടോപ്പായി മാറി. നോക്കൂ നിങ്ങൾ, എന്റെ ഇസ്ലാമിക് കൺട്രികൾക്കൊക്കെ ലോകത്തിൽ പീസ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് പരസ്പരം ഐക്യം തന്നെ ഇല്ല. പിന്നെ ഇങ്ങനെ അവർക്ക് ലോക സമാധാനം ഉണ്ടാക്കാൻ പറ്റുക? ഒരു കാര്യം ഉറപ്പാണ്, ഫ്രസ്ട്രേഷൻ കൂടുന്തോറും ഡിസ്ട്രക്ഷൻ കൂടി വരും. ശരിയാണോ അത്? അപ്പൊ മനസ്സിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് റിവോൾഡ് മൈൻഡ് ഉള്ളിടത്ത് ഒരിക്കലും യുദ്ധങ്ങൾ ഉണ്ടാകില്ല. അവിടെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഇനി ലോകത്തിലേക്ക് പ്രചരിച്ചു വരുന്നത്. അപ്പൊ അതിനൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് വരണം, പഠിക്കണം. കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് അത്ര റെസ്പെക്ട് വരും. എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണം എന്നുണ്ട് എല്ലാവരെയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വില്ലേജിന് ഫോം ചെയ്തത്, ഭാഗവതം വില്ലേജ്. നേരത്തെ പറഞ്ഞു അതിന്റെ ലക്ഷ്യം. അതിന് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഏപ്രിലാണ് തുടങ്ങാൻ പോകുന്നത്. ഒരു 15 acres ഓഫ് ലാൻഡ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു വ്യക്തി ജീവിതം ആസ്വദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് 7 തരത്തിൽ ആ മൈൻഡിനെ ഒക്യുപ്പൈ ചെയ്യണം. അതിൽ ആദ്യത്തേതാണ് ഫിസിക്കൽ എക്സസൈസ്. കുറച്ച് നടത്തം, കുറച്ച് എക്സസൈസ്, യോഗ, ചെറിയ യോഗ. അതിന് പറ്റുന്ന ഒരു വാക്കിംഗ് ട്രാക്ക്, മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഇടയിലൂടെ ഒരു വാക്കിംഗ് ട്രാക്ക് 15 acresന്റെ ഉള്ളിൽ കൂടെ ട്രാക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഏപ്രിൽ അത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. 2015 ആവും, 14 കഴിയും അതിന് ഫുൾ ഫ്ലഡ്ജഡ് ആവാൻ. കാരണം അതിങ്ങനെ പണി ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1 phase കഴിഞ്ഞു. ഏപ്രിൽ അത് കംപ്ലീറ്റ് അതിന്റെ ഇതിലേക്ക് വരും. രണ്ടാമത്തത് ഫിസിക്കൽ ഉണ്ടാവും, ഇമോഷണൽ റിലേഷൻഷിപ്പ്. അതായത് ഒരേ വേവ് മൈൻഡ് ഇതുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതോറും മനസ്സിന് വലിയൊരു സുഖം അല്ലേ? നമ്മുടെ ഈ ക്ലബുകളിലൊക്കെ എന്താ പറയുക, ഒരുതരം സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ഒരുതരം ഈഗോയിസ്റ്റിക് ഗോസിപ്പാണ് കൂടുതൽ നടക്കുന്നത്. ഒരേ മൈൻഡ് ഉള്ളവർക്ക്, കുറേയൊക്കെ ഐഡന്റിഫിക്കേഷൻ മനസ്സുള്ളവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ഒരു ഹാർമണി ഒരു സൊസൈറ്റി ഉണ്ടാക്കും. അതായത് ഒരേ മൈൻഡ് ഉള്ളവരുടെ ഒരു കൂട്ടായ്മ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അവിടെയാണ് പഠനം. ഈ നമ്മുടെ ഗ്രന്ഥങ്ങളെ പഠിക്കുന്നത്, ഗീതയും ഉപനിഷത്തും എന്തൊക്കെ പഠിക്കാൻ പറ്റും ഒക്കെ പഠിക്കുക. അതിനുള്ളൊരു എൻവയറൻമെന്റ്. നാലാമത്തതാണ് മെഡിറ്റേഷൻ. നമ്മളെ മെഡിറ്റേഷൻ ചെയ്ത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്ന അന്തരീക്ഷം. അഞ്ചാമത്തതാണ് നമ്മൾ കുറച്ച് സമയം കൾച്ചറൽ ആക്ടിവിറ്റി, ഈ ഭജൻ, അതുപോലെ തന്നെ മറ്റുള്ള കൾച്ചർ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേൾക്കാനെങ്കിലും പറ്റുമല്ലോ. ദിവസവും നമ്മൾ നല്ലൊരു സംഗീതം കേട്ടു, ഒരു കഥകളി കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാം കണ്ടാൽ മനസ്സിന് റിലാക്സേഷൻ ഉണ്ടോ ഇല്ലയോ? അപ്പൊ അതിനെ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ആറാമത്തതാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സേവ, ഒന്നുകിൽ എന്താ പറയാ അഗ്രികൾച്ചർ ആക്ടിവിറ്റി. ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. എന്താ പറയാ അതിന് ഈ രാസവളം ഇല്ലാതെ എന്തായാലും പറയാ ഓർഗാനിക് ഫാമിങ്, അല്ലെങ്കിൽ പശുക്കളെ നോക്കുക. എന്തെങ്കിലും ചെറിയ കുറച്ചൊരു മൈൻഡിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാം, ഏതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാം. ഏഴാമത്തതാണ് ഗൈഡിങ്. നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ അല്പം ഇതിലേക്കൊന്ന് ഗൈഡ് ചെയ്യാൻ പഠിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതുപോലെ നമുക്ക് കത്തി ഉയരാൻ പറ്റും. ഒരു ചെറിയൊരു ദീപം, അത് നല്ല അപ്രോപ്രിയേറ്റ് ആണ്. കത്തല് നമ്മൾ അങ്ങനെ കത്തിച്ചു കൊടുക്കണം. വേറൊന്നും കത്താനില്ലാത്തതുകൊണ്ട് അത് കത്തിയത്. അപ്പൊ അതുകൊണ്ട് അടുത്ത മനസ്സിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു സിംബോളിഫിക്കേഷൻ ആണ്. പൂ എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രതീകമാണ്.
നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അടുത്ത പൂവിലേക്ക്, അടുത്ത മനസ്സിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം, ഗൈഡിങ് ആയിരിക്കണം. ഇങ്ങനെ ഒരു സൊസൈറ്റിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു നല്ല സൊസൈറ്റി ആവില്ലേ, ഉണ്ടാവില്ലയോ? അതുകൊണ്ടാണ് 7 വിഷൻ ഉൾക്കൊണ്ട ഒരു വില്ലേജ് ആണ് ഉണ്ടാക്കുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, മെഡിറ്റേഷനിലൂടെ ഈഗോ ഇല്ലാത്ത തോട്ട്സുകളെ റേസ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ്. 5ാമത്തതാണ് ഈ കൾച്ചറൽ ഡെവലപ്മെന്റ്. 6ാമത്തതാണ് സർവീസ് ഡെവലപ്മെന്റ്. 7ാമത്തതാണ് ഗൈഡിങ് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വില്ലേജിന്റെ ഫോർമേഷൻ അത് കടന്നു വരികയാണ്. അപ്പൊ നിങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളൊക്കെ ഒരു മെമ്പറായി തീരുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 150 വീടുകൾ പണിത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ 2ാമത്തെ ഫേസ് നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ വീട് ചെറിയ ഒരു സിംഗിൾ റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഡബിൾ റൂം, അതാണ് ഇപ്പോഴത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്തതൊക്കെ, കാരണം അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ബേസിക് കോസ്റ്റ് വേണ്ടെന്ന് നമ്മൾ കൊടുത്തു. അവർക്ക് അവിടെ പെർമനന്റ് ആയിട്ട് അവരുടെ സ്വന്തം ഓൺഷിപ്പിൽ അവിടെ ഇരിക്കാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഫേസ്, നിങ്ങൾ 1 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾ അവിടുത്തെ മെമ്പറാണ്. ലൈഫ് ലോങ് നിങ്ങൾക്കോ നിങ്ങളുടെ അച്ഛനമ്മമാർക്കോ ആർക്ക് വേണമെങ്കിലും 1 മാസം, വർഷത്തിലൊരു മാസം, നിങ്ങൾക്ക് ഇടുന്ന പല ഈ കമ്പനികളും ചെയ്യാറുണ്ട്, എന്താ പറയാ, ടൈം ഷെയർ മാനേജ്മെന്റ്, അതുപോലെ ടൈം ഷെയർ ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാം. നിങ്ങളൊരു റിട്ടയർമെന്റ് വരെ വന്നു പോയി താമസിച്ച് കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അവിടെ പെർമനന്റ്ലി എനിക്ക് നല്ല സ്ഥലമാണ് തോന്നി കഴിഞ്ഞാൽ യു ക്യാൻ സെറ്റിൽ. നിങ്ങൾ ആ എൻവയറമെന്റ് ആയിട്ട് പരിചയപ്പെട്ടു. കാരണം അവിടെ മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മൾ മെമ്പേഴ്സിന് മാത്രമേ ഫൈനലി നമ്മൾ അവിടെ ഒരു അഡ്മിഷൻ, കാരണം നമ്മൾ ഒരിക്കലും ഒരു ആശ്രമമല്ല പണിയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പണിയുന്നത് ഒരു ലൈഫ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റ്, ഒരു എന്താ പറയുക, കൂട്ടായ്മ. അതാണ് അവിടുത്തെ ലക്ഷ്യം. എല്ലാവരും ഉയരുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ആശ്രമം പണിതിട്ട് നമ്മൾ പോലല്ലാതെ, എന്നിട്ട് നമ്മൾ ഇത് നെക്സ്റ്റ് ജനറേഷനെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവരത് കുറച്ചുകൂടി നമ്മളെക്കാൾ നന്നായി ഉയർത്തിയെടുക്കും. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ജനറേഷനെ കൂടി കണ്ടിട്ട് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് രാജ്യത്തിന് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും ഒരു വേ ആയിരിക്കാം. അപ്പൊ ഞാനതൊരു നിമിത്താണ്, ഞാനും അതിലൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഈ ആശയം, ഭാഗവത്ത് കിട്ടിയ ആശയം നമ്മൾ ഭാഗ്യത്തിന് കുറെ ആളുകൾ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു 15 ഏക്കേഴ്സ് ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കേരളത്തിൽ 15 ഏക്കേഴ്സ് 2009 മേടിക്കുമ്പോൾ അത് 4 കോടി രൂപയാണ് ആ സ്ഥലത്ത്. ഇന്ന് അതേ സ്ഥലം 15 ഏക്കറാന്ന് പറഞ്ഞാൽ 15 കോടി രൂപയാണ്. 4 വർഷം കൊണ്ട് അതിന്റെ വില അത്ര മൾട്ടിപ്ലൈ പോയി. നമുക്കറിയാം അത് കേരളത്തിലെ വില, നിങ്ങൾക്കറിയാം കേരളത്തിലെ ഡേ ബൈ ഡേ കോസ്റ്റ് കൂടി വരിക. ഇപ്പൊ നമ്മൾ കുറെ ഡെവലപ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളൊക്കെ അതിൽ മെമ്പേഴ്സ് ആയിട്ട് നിങ്ങളും വരും, 1 മാസം താമസിക്കൂ, നിങ്ങളും അത് എൻജോയ് ചെയ്യൂ, നിങ്ങളും നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവരൂ. നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം. നാളെ നമ്മുടെ കുട്ടികളായിരിക്കണം ഇത് ടേക്കപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ് അത് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഐ ഡോണ്ട് വാണ്ട് കോൺട്രിബ്യൂഷൻ, യു ഹാവ് ടു ബിക്കം എ മെമ്പർ. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം, എല്ലാവരും വി വർക്ക് ടുഗദർ. ഗീതയിൽ പറയും പരസ്പരം ഭാവയന്ത ശ്രേയപരമവസരം. ലെറ്റ് us walk together. നമ്മുടെ ഉപനിഷത്തൊക്കെ അങ്ങനെ പറയാം, സഹനാഭവതു, കേട്ടില്ലേ? സഹനോഭവ, ലെറ്റ് us work together, let us walk together എന്നുള്ളത് എല്ലാം പ്ലൂറലാണ്. നോക്കൂ നിങ്ങൾ, ദിയോയോ ന പ്രചോദയ. ഈ സംസ്കൃതത്തിൽ ന എന്നെഴുതി 2 കുത്തിട്ട് കഴിഞ്ഞാൽ പ്ലൂറലാണ്, നമുക്ക് എന്നാണ്. എനിക്ക് നമുക്ക് പ്രാർത്ഥനയില്ല, പ്രാർത്ഥന നമുക്ക് ഉയരാം. മനസ്സിലായില്ലേ? കോട്ടയത്ത് നിന്നുള്ള ആരോ എഴുതി വെച്ചതാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ വീട്, ഇതുപോലെ നമുക്ക് ഉയരാന്ന് പറഞ്ഞ പോലെ, മനസ്സിലായില്ലേ? നമുക്ക് പാർക്കാൻ സിനിമയൊക്കെ വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് എത്തിച്ച് നന്നാവാനല്ലോ. അപ്പൊ ഞാനിവിടെ നിർത്തി.